ഈ കൊലുസ് നല്ല രസമുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഈ കളർ വളയാ എനിക്ക് ഇഷ്ടമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ഗേൾഫ്രണ്ടിന് എന്താ ഇഷ്ടം എനിക്ക് അറിഞ്ഞൂടെ? ആരാ നീ? ആരാ? എന്റെ പൂജ എന്തിയെ? എന്റെ പൂജ ഇങ്ങനെയൊന്നും അല്ല. നീ ആരാ? പൂജ ഒരിക്കലും എന്നെ ഇട്ടേച്ച് പോവില്ല. പൂജ കോൾ ചെയ്യുന്നത്. അയ്യോ, ഇത് വേറെ ഏതോ നമ്പറാ. തീർച്ചയായിട്ടും പൂജ എനിക്ക് വേണ്ടി വരും. ഇതാ ഇങ്ങനെ കിടക്കുന്ന നീ ഒരിക്കലും എന്റെ പൂജയല്ല. പോയി അന്വേഷിക്കേ. ശരിക്കും നോക്ക്, വിടാൻ പാടില്ല. He got the swag, get ready for some action. എന്തിയെ? അവളെ നിങ്ങൾ എന്താ ചെയ്തേ? വളരെ നല്ല മനസ്സോടെ ഞാൻ പറയുന്നത്, മര്യാദയ്ക്ക് പറ. ഇല്ലെങ്കിൽ എടാ, അവള് ചത്തുപോയടാ. പൂജ എന്ന് പറഞ്ഞ് എന്തിനാണ് നീ ഞങ്ങളെ കൊല്ലണത്? ഞങ്ങളെ കൺഫ്യൂസ് ചെയ്യല്ലേ? ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നവരെ ഞാൻ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. കൺഫ്യൂഷൻ ആയെന്ന് വെച്ചോ, കൺക്ലൂഷൻ കിട്ടുന്നവരെ തല്ലി കൊല്ലും ഞാൻ. അവള് ചത്തൊന്ന് ഞാൻ പറഞ്ഞില്ലേ? അവൾ ഇതുവരെ ചത്തിട്ടില്ല. അവൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. ഇന്നലെ ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചതാ. അതിനു മുൻപ് ഞാൻ ചുറ്റിക്കൊണ്ടിരുന്ന അവളുടെ കൂടെ. ചുമ്മാ നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കണ്ട. പറ, പൂജ എന്തിയെ? അവളെ നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ പതിയെ സംസാരിക്കുമ്പോഴേ പറഞ്ഞുതരാൻ നല്ലതാ നിനക്ക്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒരു ഫോൺ ചെയ്തെന്ന് വെച്ചോ, 50 ആൾക്കാർ ഇവിടെ എത്തും. കോൺഫിഡൻസ് ഉള്ള നിന്നെയൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. ഓടാനുള്ളവരെ വിചാരിച്ചിട്ട് എന്താടാ പ്രയോജനം? ഒരു പ്രാവശ്യം പറഞ്ഞ തലയിൽ കേറില്ലേ? അവളെന്താ വലിയ മാറ്റവളോ? എടാ, അവളെ കുറിച്ച് നിനക്ക് എന്തറിയാം? അവൾ ആരാന്നറിയാവോ? എന്റെ ലൈഫിൽ അവൾ എങ്ങനെയാ വന്നെന്ന് നിനക്കറിയാവോടാ? ഹലോ സാർ, നിങ്ങളുടെ സ്റ്റോപ്പ് വന്ന് ഇറങ്ങുന്നില്ലേ? എന്താടി, എത്ര നേരായി ഇനിയും വന്നില്ലല്ലോ? അതേടി, ഓഫീസിൽ പോയാലും ലേറ്റായി. ഫോൺ ചെയ്യേ. ആ ശരി. ഫോൺ പോലും അവൾ എടുക്കുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ?
Everybody be a queen for all you, baby. Don't get so worried. I'll lead you for your love. എന്താടിത് ആളെ മാറിപ്പോയല്ലോ. അങ്ങനൊന്നുമില്ലടി, ചുമ്മാ. ഇനി മുതൽ ഞാൻ ഇങ്ങനെയാ. ബസ് ഇത്ര നേരിട്ട് വന്നില്ലേ? ഇല്ലെന്നേ, ബസ്സിന് വേണ്ടിയും വെയിറ്റിംഗ്, നിനക്ക് വേണ്ടിയും വെയിറ്റിംഗ്. ഇങ്ങോട്ട് നോക്ക് മോനെ, മോന്റെ മൊബൈൽ കുറച്ചൊന്ന് തരാവോ? അമ്മേ, അത് പിന്നെ എൻ്റെ അടുത്ത് ഫോണൊന്നുമില്ല. ഒരുപാട് നേരം സംസാരിക്കില്ല. എന്റെ ശരീരം വളരെ മോശമായിട്ടിരിക്കുകയാണ്. ടാബ്ലറ്റ് വാങ്ങിക്കാൻ കൂടി എന്റെ പൈസ ഇല്ല. അതുകൊണ്ടാ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഒരേ ഒരു വാർത്ത സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തരാം. അമ്മ, അത് പിന്നെ ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. എന്താടി ഇത്? ഫോണില്ലാത്രേ. ഇന്നത്തെ കാലത്ത് ഭിക്ഷക്കാർക്ക് പോലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോഴാ ഇവൻ. സാരമില്ല മോനെ, ശരി. അമ്മേ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ. ഇത് വെച്ചോളൂ. വേണ്ട മോനെ, പൈസയൊന്നും എനിക്ക് വേണ്ട. ഫോണിരുന്നാ കൊടുക്ക്. ഒരേ ഒരു വാർത്ത സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചങ്ങ് തരാം. അയ്യോ അമ്മ, എൻ്റെ അടുത്ത് സത്യമായിട്ട് ഫോണില്ല. അതായത് പിടിക്ക്. ഇതെന്താടി ഇവനിങ്ങനെ? കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ ചോദിച്ചപ്പോ ഫോൺ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവൻ കാശ് കൊടുത്തയക്കുന്നു. ആയമ്മയുടെ സ്ഥാനത്ത് ഞാനായിരിക്കണം. ഇപ്പൊ ഞാൻ പോയി ഫോൺ ചോദിച്ചാലും എനിക്ക് ആ കാശ് കിട്ടുമായിരുന്നു അല്ലേ? ഈ പൊട്ട ഫോൺ വലിച്ചെറിഞ്ഞിട്ട് പുതിയൊരു ഫോൺ വാങ്ങുമായിരുന്നു. എന്താ അല്ലേ? എന്തു നല്ല ഷോക്കാ തരുന്ന. ഇവനെ മിസ്റ്റർ ഷോക്ക് തന്നെ. നിനക്ക് ഇതുവരെയായിട്ട് അവനെ പറ്റി ശരിക്കും അറിയില്ല. ഞാൻ ഇതുപോലെയുള്ള ഷോക്കിനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? നിനക്ക് അവനെ മുൻപരിചയമുണ്ടോ? ദാ ബസ് വന്നു, വാ നമുക്ക് പോകാം. എടി, നീ നോക്ക്, മിസ്റ്റർ ഷോക്ക്. സാർ, ബിൽ സാർ. എൻ്റെ പേഴ്സ് അത് എവിടെ മിസ്സായെന്ന് അറിഞ്ഞൂടാ. അത് പേഴ്സ് മിസ്സായത് ഞാൻ അറിഞ്ഞില്ല. നോ പ്രോബ്ലം സാർ, ഇറ്റ്സ് ഓക്കെ. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്തിൽ വേണമെങ്കിലും ചെയ്യാം. അത് പിന്നെ ഞാൻ മൊബൈൽ യൂസ് ചെയ്യാറില്ല. എന്താ സാറേ, കള്ളം പറയാണോ സാറേ? സാർ, ഇതൊന്നും ഞങ്ങൾക്കൊരു പുതുമയല്ല. അക്കൗണ്ടിൽ പണം ഉണ്ടോ ഇല്ലയോ? നോ സാർ, യു ഹാവ് ടു പേ. ഞാൻ സത്യമായിട്ടാ പറയുന്നത്, എന്നെ ഒന്ന് വിശ്വസിക്കേ. പറ്റില്ല സാർ, യു ഹാവ് ടു പേ. ഹേ രംഗ, എക്സ്ക്യൂസ് മീ, ബില്ല് എത്രയായി? 170 rupees മാഡം. ഞാൻ പേ ചെയ്തോളാം. ഇതാ. താങ്ക് യു. എടി, എന്താടി ഇവനിങ്ങനെ? പാവോന്ന് വിചാരിച്ച് ബില്ല് പേ ചെയ്തപ്പോ ഒരു മര്യാദ പോലും ഇല്ലാതെ താങ്ക്സ് പറയാതെ പോയിരിക്കുന്നു. അവന് എന്താ അഹങ്കാര? അഹങ്കാരി. ഇല്ലടി, അവൻ നല്ലവനാ. എന്താ ഇതുവരെയായിട്ട് ബസ് വരാത്തെ? എന്തടി ഈ ബസ് സമയത്തിനൊന്നും വരത്തില്ലേ? ഓഫീസിലേക്ക് ലേറ്റ് ആയാൽ അത്ര തന്നെ. നമ്മുടെ ബോസ് ഉണ്ടല്ലോ, വലിയൊരു ലൂസാ. ലേറ്റ് ആയാൽ പിന്നെ അത്ര തന്നെ. ശരി, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ബസ് വന്നില്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകാം. ആ, ഇങ്ങോട്ട് നോക്ക്, ഓൾറെഡി മണി 10:30 ഇനിയും വെയിറ്റ് ചെയ്യാനോ? ചാൻസ് ഇല്ല മോളെ, അതൊന്നും നടക്കില്ല. വേഗം പോയൊരു ഓട്ടോ വിളിക്ക്, നമുക്ക് വേഗം പോവാ. ദേ, അവിടെ നോക്കി ഒരു ഓട്ടോ വരുന്നുണ്ട്. ഹായ്, എവിടെ പോവാ മാഡം? വാ, ഓട്ടോ കാലിയാ, കേറിക്കോ. എടി, എനിക്ക് ഈ ഓട്ടോ വേണ്ടെന്നാ തോന്നുന്നു. വേറെ ഏതെങ്കിലും ഓട്ടോയിൽ പോവാ. ഞങ്ങള് വരുന്നില്ല. വരുന്നില്ലേ? ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചതാരാ? വാ പോവാം, ഫ്രീയാ കൊണ്ടുപോവാം. വാ. ഫ്രീ ആയിട്ടൊന്നും ഞങ്ങൾ വരുന്നില്ല. അയ്യോ, ഫ്രീ ആയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ പോലും വരത്തില്ലേ? ശരി, എത്ര വേണമെന്ന് പറ. ഇല്ലേ ഞാൻ തന്നെ ഫിക്സ് ചെയ്യാം. വാട്ട് ആർ യു ടോക്കിംഗ്? അളിയാ, ഇംഗ്ലീഷ് ആണല്ലോ. ചേട്ടാ,
മേഡത്തിന് നാണം വരുന്നുണ്ടെന്നാ തോന്നുന്നേ. നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരും ഇല്ലേടാ? ഡയലോഗ് കേട്ട് കേട്ട് ബോറടിക്കുന്നു. നമുക്ക് തന്നെ ഒരു റേറ്റ് ഫിക്സ് ചെയ്യാട്ടാ. 6-ന് 3 അടി എന്നാ ഞാൻ ഫിക്സ് ചെയ്യട്ടെ. ഏയ് എന്താടാ, ഓട്ടോ എന്തെങ്കിലും വേണോ? ഓട്ടോ എൻഗേജ് ആയിട്ടാ ഉള്ളേ. ഇവിടെ നിന്ന് വിട്ടേക്ക്. ഏയ് പറഞ്ഞത് കേട്ടില്ലടാ. ഇവർക്ക് നീ എന്താടാ ബോഡി ഗാർഡാണോ? ഇവിടെ നിന്ന് പോടാ. ഏയ് പോരല്ലേ പറഞ്ഞേ. അറിയാത്ത പെൺകുട്ടികളെ പോയി വെറുതെ ചൊറിയാനിരുന്ന അതിന്റെ അടിച്ച് മോന്ത പൊട്ടിക്കും ഞാൻ. അതിലെനിക്ക് അറിയാവുന്ന പെൺകുട്ടിയെ ചൊറിഞ്ഞാൽ വിടുവോ ഞാൻ? ഒന്ന് നിന്നെ കുഴിച്ചു മൂടും ഞാൻ.
ഇനി ഒരു വട്ടം എന്റെ ഐബോൾസിന് മുന്നിൽ ഞാൻ നിന്നെ കണ്ടെന്ന് വെച്ചോ, എന്റെ കാലിനൊരു ഫുട്ബോളായി മാറുന്നേ. കണ്ണടച്ച് 3 എണ്ണിട്ട് ഞാൻ കണ്ണ് തുറക്കുന്ന സമയത്ത് നിന്നെ ഇവിടെ കാണാൻ പാടില്ല. The clock is ticking. 1 2 3. ഹലോ, ഓട്ടോ വേണോ? ഇവരൊക്കെ ആരാടാ? ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവനോ? ഇവനെന്തിനാ അന്വേഷിക്കുന്നേ? അവൻ എന്റെ മകളെ കൊടുത്തിട്ട് എന്നെ മരുമോനാക്കാൻ വേണ്ടിട്ടാ. അവനെ കണ്ടോ ഇല്ലയോ എന്ന് പറയേ. അയ്യോ, ഇവന്റെ അഡ്രസ് കേൾക്കുന്നത് യമന്റെ അഡ്രസ് കേൾക്കുന്നത് ഒരുപോലെയാ. ഏയ്, എവിടെ എങ്ങനെ ആരോപില സംസാരിക്കുന്ന അറിയോ? ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് എന്റെ ചേട്ടന്റെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നേ. എടാ ഭ്രാന്ത, ഈ അഡ്രസ് നിനക്ക് അറിയോ ഇല്ലയോ എന്നാ ചോദിച്ചേ. ഏയ്, കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആ സർക്കിൾ പോയി നോക്കി നോക്ക്. രാവിലെ തന്നെ മനുഷ്യനെ വാടകട് നമുക്ക് നോട്ടം കിട്ടാണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അന്വേഷിച്ചു ഇവൻ അന്വേഷിച്ചതൊക്കെ. അങ്ങോട്ട് നോക്ക്, മിസ്റ്റർ ഷോക്ക് അവിടെ ഇരിക്കുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ. പ്രസാദം കൊടുക്കടി. ദൈവത്തിന്റെ പ്രസാദ, വേണ്ടാന്ന് പറയാൻ പാടില്ല, വാങ്ങിക്കോളൂ. ഏയ്, മടിക്കാതെ വാങ്ങന്നേ. താങ്ക്സും പറയില്ല, താങ്ക്സ് പറഞ്ഞാൽ സ്വീകരിക്കുകയില്ല, വായ തുറന്നൊന്നും മിണ്ടുകയില്ല. വായ തുറന്ന എന്താ മുത്തുപൊഴിയോ? ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേയാ. വാങ്ങിക്കേ സാറേ. ഇന്ന് അവന്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടോ? ആ മിസ്റ്റർ ഷോക്ക് സംസാരിച്ചാൽ എന്താ അവന്റെ വായിന്ന് മുത്തുപൊഴിയോ? അതൊക്കെ വിട്, നീ ആദ്യം ഓട്ടോ വിളിക്ക് പോകാം. ഓട്ടോയോ? ഏത് ഹോട്ടലിലാ പാർട്ടി? ടേബിൾ ബുക്ക് ചെയ്തായിരുന്നോ? എനിക്ക് ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, നോൺ വെജ് മാത്രം മതി. ചിക്കന്, ബിരിയാണി, മട്ടന്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിലേക്കോ? അത് നിന്റെ പിറന്നാളിനോ? എന്തിനാ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ. ബ്ലഡ് കൊടുത്തത് അവളും കൊരങ്ങിനെ പോലെ കഴിക്കുന്നത് ഇവളും. ഹേ, എന്താടി ഇത്? ബർത്ത്ഡേക്ക് ബീർ തരുന്ന കരുതിയപ്പോൾ ഇങ്ങനെ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്നു. ദേ നോക്ക്, നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോ അതിനെന്തെങ്കിലും അർത്ഥം വേണ്ടേ? കേക്ക് കട്ട് ചെയ്യുന്നത്, പാർട്ടി നടത്തുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാം ഓക്കെ. അതിനേക്കാളും ഭേദം നമ്മുടെ ബർത്ത്ഡേക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം. അതുകൊണ്ടാ ഈ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും അവരുടെ പിറന്നാളൊക്കെ അനാഥാശ്രമത്തിലും ഹോസ്പിറ്റലിലൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാ ഞാനും എന്റെ ബർത്ത്ഡേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. നമ്മുടെ ബ്ലഡ് വേറൊരു ശരീരത്തിലെത്തി റീബർത്ത് ആകുന്നില്ലേ? അപ്പൊ ശരിക്കുള്ള സെലിബ്രേഷൻ ഇതൊക്കെയല്ലേ? എന്താ സാറേ, നിങ്ങളെന്താ ഇവിടെ? ബ്ലഡ് കൊടുക്കാൻ വന്നതാ? തുടർന്ന് ഇങ്ങനെ ഷോക്ക് തന്നേക്കല്ലേ. ഡോക്ടർ ഓൾറെഡി പറഞ്ഞതാ എന്റെ ഹാർട്ട് വീക്കാണെന്ന്. ബ്ലഡ് കൊടുത്താലേ ശരീരം വീക്കാവും,
അതുകൊണ്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കണം. ഇത് കഴിച്ചോളൂ, എനർജി കിട്ടും. ഉം, ഉം. ഞാൻ ഗർഭിണിയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? മതിയായില്ലെങ്കിൽ പറ, ഇനി എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്തൊക്കെയായി സംസാരിക്കുന്നേ? നിങ്ങളെ ഞാൻ എത്ര വിശ്വസിച്ചു. എന്നെ മഹാറാണി മാതിരി നോക്കാമെന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതം നിങ്ങളിങ്ങനെ പിച്ചു ചീന്തിയില്ലേ? എന്നെ ഇങ്ങനെ നശിപ്പിച്ചില്ലേ? നിന്റെ മോന്തയ്ക്ക് ഇത് തന്നെ കൂടുതലാ. എനിക്ക് വേർജിൻ പെമ്പിള്ളാരെ എൻജോയ് ചെയ്യാൻ പറ്റും. നിനക്ക് ശോഭം കിട്ടൂടാ. എന്റെ ജീവിതം നശിപ്പിച്ച നീ നാശമായിട്ടല്ലേ പോകത്തുള്ളൂ. നന്നായിരിക്കില്ലടാ. ഭ്രാന്താ നിനക്ക്. നോക്ക്, നെക്സ്റ്റ് വീക്ക് നമ്മളെല്ലാരും ഓഫീസിൽ ലീവ് എടുത്തിട്ട് അടിപൊളിയായിട്ട് ട്രിപ്പ് പോകാം. ഇത് നോക്ക്, എനിക്കും പോണോന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഓഫീസിൽ ബോസ് ലീവ് തരണ്ടേ? ലീവ് ചോദിച്ചാൽ കടിച്ചു കീറാൻ വരും. ഇഡിയറ്റ്. അതുപോലെ സാരമില്ല, അവൻ നോക്കുന്നത് കാണണം. ഡിസ്കസ്റ്റിംഗ്. ഒരു കാര്യം, നമ്മുടെ കൺട്രോളിൽ നമ്മളുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ, ഞാൻ പിന്നീട് വരാം. ഒരു മിനിറ്റ് ഒന്ന് പാടി, സമയാവുന്നുണ്ട്. അയ്യോ, സിനിമയ്ക്ക് പോകാൻ പാ. പിന്നീട് വരാം. അയ്യോ, എന്താടി കാര്യം? വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? പോയിക്കൂടെ? ഞാൻ പിന്നെ പോകാടി. എടി, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, നീയും കാർത്തിക്കും തമ്മിലുള്ള പ്രേമം എന്നാ തുടങ്ങിയേ? ഓ, അതിനെക്കുറിച്ച് എന്ത് പറയാനാ? ഞങ്ങളുടെ ലവ് സ്റ്റാർട്ടായത് വണ്ടർഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഒരു ദിവസം തിയേറ്ററിൽ ചെന്ന് സിനിമ കണ്ടിട്ട് വരികയായിരുന്നു. അതിലെ ഹീറോയിന് അവരുടെ ഫ്രണ്ട്സ് ഒരു പ്ലാൻ നൽകി. നീ ഏതെങ്കിലും ഒരു നമ്പറിന് കോൾ ചെയ്യുന്നു പറഞ്ഞു. അവളും കോൾ ചെയ്തു. അത് ഹീറോയുടെ ഫോണിലേക്ക് പോയി. അതുപോലെ തന്നെ ഞാനും ചെയ്തു. ഞാൻ കണ്ണു മൂടിക്കൊണ്ട് ഒരു നമ്പർ എടുത്ത് ഫോൺ ചെയ്തു. അതൊരാളെ കണക്ട് ചെയ്തു. അവന്റെ കൂടെ ചാറ്റും ചെയ്യുന്നു. ഒരു ദിവസം ഇടയ്ക്ക് മീറ്റും ചെയ്തു. അവൻ ആരാണെന്ന് അറിയാമോ? ശരിക്കും പണക്കാരനാണ്. വലിയ കാറുണ്ട്, കൈ നിറയെ ശമ്പളം, വലിയ വീട്, എല്ലാം ഉണ്ട്. ഒരു പെണ്ണിന് ഹാപ്പിയായി ജീവിക്കാൻ ഇതല്ലാതെ വേറെന്താണ് വേണ്ടത്? അതുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. വാവ്, എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. സൂപ്പർ. ഏയ്, നിനക്കും ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? അയ്യോ എന്റെ പൊന്നു മോളെ, ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും പറഞ്ഞു തരല്ലേ. അവളായതുകൊണ്ട് ഓക്കെ, എങ്ങനെങ്കിലും സെറ്റാക്കും. ഞാൻ ആർക്കെങ്കിലും ഫോൺ ചെയ്ത് അത് വേറെ ആർക്കെങ്കിലും പോയി, അവര് മുമ്പും അറിയില്ല ഇപ്പോഴും അറിയില്ല. ഇത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അയ്യോടാ, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഏതെങ്കിലും ഒരു നമ്പർ വെറുതെ ഡയൽ ചെയ്യേ, അത് എങ്ങനെയെങ്കിലും കണക്ട് ആവും. അവൻ എന്തായാലും വാട്സപ്പും ഉണ്ടാവും. അതിൽ അവന്റെ DP ചെക്ക് ചെയ്യേ. ഹാൻസം ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യേ, ഇല്ലെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്ത് ഇഗ്നോർ ചെയ്തേക്ക്. ഇതൊന്നും വർക്കൗട്ട് ആവില്ല കേട്ടോ. വേണ്ട, ചെയ്യടി. ഞാൻ ഫോൺ ചെയ്യണോ? ദൈവമേ, നല്ല ചെക്കന് കിട്ടണേ. ഹേയ്, ബെല്ലടിക്കുന്നുണ്ട്. കട്ടായി. ഇനി എന്താ ചെയ്യാ? ഒരിക്കൽ കൂടി വിളിക്കേ. അയ്യോ, ഇപ്പൊ റിങ് കേട്ടതാ. അതിനുള്ളിൽ നോട്ട് റീച്ചബിൾ പറയുന്നു. ശരി, പോട്ടെ, വിട്ടേക്ക്. നിന്റെ നമ്പർ ഏതായാലും അവന്റെ കയ്യിലെത്തിയില്ലേ? നിന്റെ സമയം നല്ലതാണെങ്കിൽ അവൻ തന്നെ നിന്നെ തിരിച്ചു വിളിച്ചേക്കും. അത്ര തന്നെ. ഞാൻ അൺനോൺ നമ്പേഴ്സ് റിസീവ് ചെയ്യാറില്ല. ഒരു കാര്യം ചെയ്യ്, ആ നമ്പറിന് എന്തെങ്കിലും നെയിം കൊടുത്ത് സേവ് ചെയ്യേ. ഗുഡ് ഐഡിയ. ആ ബരീജിതാന്ന് നമ്പർ സേവ് ചെയ്യാം. ഹലോ, പൂജ എന്റെ ക്യാബിനിലേക്ക് അയക്ക. May I come in, sir? വാ പൂജ, പ്ലീസ് കം ഇൻ. പൂജ, കുറെ നാളായി കരുതുന്നു തന്റെ അടുത്തൊരു കാര്യം പറയണമെന്നാ. ഹാ, പറയൂ സർ. നീ എന്തെങ്കിലും
ദുബായിലേക്ക് പോയി ജീവിതം സന്തോഷമായി ആസ്വദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല സർ. അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് കിട്ടുന്ന സാലറിയിൽ സ്വന്തമായിട്ട് 3 BHK ഫ്ലാറ്റ് വാങ്ങണമെന്ന എന്റെ ആഗ്രഹം. അച്ഛനമ്മയ്ക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട്, എന്റെ പേരിൽ വാങ്ങണം. അതല്ല പൂജ, എന്നെങ്കിലും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി നാട് ചുറ്റി കണ്ടിട്ടുണ്ടോ? അതേപോലെ US ചെന്ന് ഫാമിലിയും കുട്ടികളുമായി ലൈഫ് എൻജോയ് ചെയ്ത് സെറ്റിൽ ആവാനുള്ള ആഗ്രഹം നിനക്കില്ലേ? സർ, ഇതൊക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ജസ്റ്റ് ഇമാജിൻ, കാലത്തെ വരുന്നു, വൈകുന്നേരം പോകുന്നു, മെഷീൻ പോലെ പണിയെടുത്ത് നീ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? അതേസമയം എന്നെ നോക്ക്, ഇന്നിവിടെ നാളെ എവിടെയെങ്കിലും ഒക്കെ പോവും. ഒരു ഫ്രീ ബേർഡിനെ പോലെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. 2 ദിവസം മുമ്പ് ഞാൻ മാൾഡീവ്സിലായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിനക്കത് കാണാൻ ആഗ്രഹമല്ലേ? സർ, പ്ലീസ് കം ടു ദ പോയിന്റ്. ഐ ലൈക്ക് ഇറ്റ് പൂജ, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാ. നിനക്കറിയാൻ തോന്നുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ടെന്ന്. സാരല്ല, എനിക്കൊരു ലക്ഷറി കാറുണ്ട്, പിന്നെ ഒരു വലിയ വില്ലയുണ്ട്. നിന്റെ അക്കൗണ്ടില് 2 കോടി കാശ്, അത് ഞാൻ ഇട്ടുതരാം. അതൊന്നും എനിക്ക് വലിയ കാര്യമേ അല്ല. ആ 2 കോടി നിന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം പോലെ നിനക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം, എന്നിട്ട് എൻജോയും ചെയ്യാം. എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇതൊക്കെ വളരെ കോമണാ. അതുകൊണ്ട് നീ ഒന്ന് സഹകരിച്ച എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ. നീ എന്റെ 2ാം ഭാര്യയെ വരോ? ഇത്തവണ ഞാൻ കൈകൊണ്ടേ അടിച്ചോളൂ. ഇനി ഒരു തവണ ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കാലിൽ ചെരുപ്പൂരി ഞാൻ അടിക്കും. ഇനിയൊരു തവണ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് കാണിച്ച്. എന്താടി, എന്റെ ബോസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പെണ്ണാ നീ, എന്നിട്ട് നീ ബോസിനെ തന്നെ അടിക്കോ? എന്നെ ആരെങ്കിലും ടച്ച് ചെയ്താലുണ്ടോ ഞാൻ പോലീസ് കംപ്ലൈന്റ് പറഞ്ഞേക്കാം. ഇവിടെ വാടി, ഇത്രയ്ക്ക് ധൈര്യം നിനക്ക്? നിന്റെ ധൈര്യം എങ്ങനെ അടക്കണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. വാടി. ഓ, ഇവിടെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണോ? നിന്നെ കാണുമ്പോ കമ്പ്യൂട്ടറിന് മുന്നിരുന്ന് ജോലി ചെയ്യുന്ന ആളെ പോലെ ഇരിക്കുവാ. ഇവിടെ നിനക്ക് വേണോ? ഇവിടുന്ന് പോടാ. പോവാനല്ലേ പറഞ്ഞേ? ഏയ്, എന്റെ എക്സ്റ്റേണൽ കണ്ടൊന്നും തീരുമാനിക്കണ്ട. എന്റെ ഇന്റേണലിനെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല. ഏയ്, ആരടാ നീ? സുമൻ. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സിലൂടെ സുനാമി കയറിയെന്ന് വെച്ചോ, മരണം കൺഫേം. ജീവനി കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് പൊക്കോ, അതോ ചാവണമെങ്കിൽ അടുത്തോട്ട് വാടാ.
പ്രാവശ്യം നിന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചോ? ഏത് ഞാൻ വേണ്ടെന്ന് പറയുന്നോ അത് തന്നെയാ നീ ചെയ്യുന്നത്. നീ ഒരു വേലയും ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്നോ. അവൻ പാവം, അവൻ ശരിയായി നേരത്ത് വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നീ എന്തായിരിക്കും? നല്ലൊരു ചെറുക്കന്റെ കൂടെ നിന്നെ കല്യാണം കഴിച്ചോക്കാം, സമാധാനമായിട്ട് കുടുംബം നടത്തിയിട്ടിരിക്കെ. എന്റെ അമ്മേ, ഒരാൾ തെമ്മാടിയാണെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ആകണമെന്നുണ്ടോ? ജോലി ഇല്ലാതിരിക്കാനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്. നോക്ക്, നീ അധികം സംസാരിക്കാതെ കുളിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക്. നാളെ മുതൽ നീ ജോലിക്ക് പോകണ്ട. ഞാൻ എന്ത് സംഭവിച്ചാലും ജോലിക്ക് പോകും. നോക്കടി, ആണ് പറയുന്നത് കേൾക്കാതെ പെണ്ണ് നാട് മുഴുവൻ ചുറ്റിക്കൊണ്ട് നടന്നാലേ ആളുകൾ അനാവശ്യ വാക്ക് പറയും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും. ഞാൻ പറയുന്നത് കേക്കടി. ഡിയർ പാർട്ട്നേഴ്സ്, ഇന്നത്തോടെ നമ്മുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ആയിട്ട് 15 വർഷമായി. ഇപ്പം നമ്മുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് കണ്ടാലുണ്ടല്ലോ 80 കോടി പ്രോഫിറ്റിലുണ്ട്. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ, എംജിഎസ് കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് മെർജാകാനായിട്ട് ഓഫർ കൊടുത്തിരിക്കുകയാണ് സാർ. അത് നമ്മൾ റിഫ്യൂസ് ചെയ്യുന്നത് നല്ലതാകുമെന്ന് തോന്നുന്നുണ്ടോ സാർ? ഫ്രണ്ട്സ്, സ്വാർത്ഥതയില്ലാതെ ആർക്കും എവിടെ എത്താൻ പറ്റില്ല. MBS കമ്പനി ഒരു വളരെ വലിയ കമ്പനിയാണ്. അവർക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം. അതിനർത്ഥം നമ്മുടെ കമ്പനി അവരുടെ കമ്പനിയോടെ ടൈപ്പ് ആയാലുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കമ്പനി നമ്പർ 1 എത്തിക്കാൻ വേണ്ടി പറ്റും. അവരെന്തിനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഇന്റൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. എന്തു പറയുന്നു നിങ്ങൾ? Excuse me, gentlemen. I will be back soon. Hey, Papu! Papu! വളരെ നന്ദിയുണ്ട് ഈ ജോലി എനിക്ക് വാങ്ങിച്ചെന്നതിന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രീറ്റ് തരുന്നുണ്ട്. ഇറ്റ്സ് ഓക്കേ, ദാറ്റ്സ് ഫൈൻ. ദേ നോക്ക്, ഞാൻ തരുന്ന ട്രീറ്റ് എങ്ങനെ നീ വേണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ജോബും വേണ്ട, എനിക്കൊരു ജോലിയും വേണ്ട. അൺനോൺ പേഴ്സൺ വാങ്ങിച്ചെന്ന ജോലി ഞാൻ എന്തിനു ചെയ്യണം? നീ അൺനോൺ പേഴ്സൺ ആണോ? പറ, നീ അൺനോൺ പേഴ്സൺ ആണോ? നീ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്നെ വിട്ടിട്ട് പോവാറുന്നില്ലേ? എന്തിനു നീ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയേ? ഇപ്പൊ നല്ല സാലറിയിൽ എനിക്ക് ജോബ് വാങ്ങി തന്നു. എനിക്കറിയാം, ഇതെല്ലാം നിനക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ. തുറന്നു പറ. സാർ, ഒന്ന് ചിരിക്കുന്നേ. ഇല്ലെങ്കിൽ ഞാൻ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇപ്പൊ തന്നെ കീറിക്കളയും. സാർ പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറയേ. ശരി, ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാ. ഐ ആം പൂജ. ഐ ആം സുമൻ. ഇന്നെന്താ ഇത്ര ബോറടിക്കുന്നത്? ബോറോ? ഞാനില്ലേ നിന്റെ കൂടെ ഇപ്പോ? നീ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് ഒരു ബോറും ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആണോ? കള്ളൻ. നീ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതെന്താടി ഇവളിങ്ങനെ? എനിക്കറിയില്ല. ഇതാരുടെ കണ്ണാ? എനിക്കെങ്ങനെ അറിയാനാ? എടി, ഞങ്ങളോട് രണ്ടാളോടും വരാൻ പറഞ്ഞിട്ട് നീ അവിടെ ചിത്രം വരച്ചോണ്ടിരുന്ന എങ്ങനെയാ? നീ ഇത് ആരെയാ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത്? ഇതതിന് വേറെ ആരുമല്ല, ഇത് ഞാൻ തന്നെയാ. എന്താടി ഇവൾക്ക് പെട്ടെന്ന് പറ്റിയേ? എനിക്കെങ്ങനെ അറിയാനാ?
വാ, നമുക്കൊരു പടത്തിന് പോയിട്ട് കറങ്ങിയച്ചും വരാം. ഹേയ്, ഞാൻ എവിടേക്കും വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വാ. ഏയ് അവിടെ നിൽക്കടി, ഇങ്ങോട്ട് വാടി. ഇവിടെ വാ ഇങ്ങോട്ട്. ആരെങ്കിലും സഹായം വേണം. അങ്ങോട്ട് കേറി. ഏയ്. നിനക്ക് ഞാൻ പറയുന്ന വിശ്വാസം വരുന്നില്ലല്ലേ? ഇവിടെ ഇരുന്നോ, ഞാൻ അരമണിക്കൂറിൽ വരാം. ഏയ്, ഒരു കണ്ണിവിടെ വേണം. വണ്ടി എടുക്കടാ, ഞാൻ ആരെന്ന് കാണിച്ചു തരാടാ. അവളെ ഇവിടെ സംസ്കരിച്ചിട്ട് അവിടെ പൂജ എവിടെ അന്വേഷിച്ചോണ്ടിരിക്കണം. ഇതല്ലേ അവളുടെ കല്ലറ? പിന്നെന്താ നോക്കിക്കണ, ഫോട്ടോ എടുക്കടാ. ഏയ്, ആരാണോ പുതിയ ഫോൺ മേടിക്കല്, അതിലെടുത്തിരിക്കടാ. വീഡിയോ എടുക്കടാ, പോസ്റ്റ് എടുക്ക. വാ നടക്ക്. ഇനി അങ്ങനെ ചോദിക്കാൻ നോക്കട്ടെ. ഇത് കണ്ടെങ്കിലും അവൻ വിശ്വസിക്കുമല്ലോ. ഞാൻ അല്ലെങ്കിലേ കണ്ണു മടിച്ചോണ്ടാ വണ്ടി ഓടിക്കണത്. നീ ടെൻഷൻ ആവുകയാണെങ്കിൽ ഞാൻ ഹൈപ്പർ ടെൻഷൻ ആവൂടാ. ഏയ്, ചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. കോൾ ചെയ്തേക്ക്. ഫോൺ റിംഗ് ആവുന്നോണ്ട് ചേട്ടൻ എടുക്കുന്നില്ല. നിങ്ങൾക്കൊന്നുമില്ല സാർ, നിങ്ങൾ നന്നായിട്ടുണ്ട്. ഞാൻ തന്ന ടാബ്ലറ്റ് മാത്രം കഴിച്ചാൽ മതി, സാറിന്റെ എല്ലാം ശരിയാവും. പൂജ എവിടെയാ ഉള്ളേ? പൂജ, ഈ പേര് കൊണ്ട് തന്നെ ഞാനിപ്പോ ആസ്പത്രിയിലുള്ളത്. നോക്കടാ, നോക്ക്, ശരിക്കും നോക്ക്. പൂജ പൂജ നന്ദിന തിരിഞ്ഞു കിടക്കണേ. എന്റെ മകളോട് ഞാൻ എന്ത് പറയും? അവളെന്താ സുന്ദരിയല്ലേ? എല്ലാവരേക്കാളും ദേവതയായിട്ട് തോന്നുന്നില്ലേ? അവൾക്കെന്താ സൗന്ദര്യമില്ലേ? ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? ഞാൻ പറയുന്ന കേക്കുന്നില്ലേ? എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? ഇവളെ ശരിക്കും നോക്കിയേ. ഇനി എത്ര നാളാ കാത്തിരിക്കേണ്ടത്? എന്തിന്? എന്റെ മോളെ നിന്റെ മകൻ എപ്പ കല്യാണം കഴിക്കുന്നു? പറ്റില്ല. പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് നിങ്ങൾക്കറിയോ? എനിക്കറിയാം ചേട്ടാ. അതായത് ഞാനൊരു നല്ല നേരത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. ഞാൻ ഇരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നേ?
ഇവരെ രണ്ടുപേരെയും കല്യാണം കഴിച്ച് വെക്കാൻ പോകുന്നത് ഞാനാ. ശാരദ ഉം? ശാരദ ഓഫീസിൽ പോയിട്ട് വരാം. എന്താ സുഖല്ല മാവ? ഓ ബൈര സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണോ മാവ? എന്തുകൊണ്ട് വിശേഷം? മോൾക്ക് കല്യാണം നടത്താനുള്ള തീരുമാനത്തിലാ. ഓ വെരി ഗുഡ്. പയ്യനെ നോക്കിയോ? അവൻ എന്ത് ചെയ്യുന്നു? എവിടെ ഉള്ളവനാ? എന്തെങ്ങനെയൊക്കെ പറയുന്നു അമ്മാവ? ഞാൻ അവിടെയൊക്കെ പോയി ചെറുക്കനെ അന്വേഷിക്കണേ. അമ്മാവ, എന്റെ മോള് നിന്റെ മകൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഓ ഇവിടെ നോക്ക് ബൈര, നിന്റെ മകൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ ചോദിക്കേ. കല്യാണത്തിന് വല്ല പൈസ വേണമെങ്കിൽ അതും ചോദിക്കേ, തരാം. എന്റെ മകന്റെ കല്യാണ കാര്യം അവന് വിട്ടിട്ടുണ്ട്. അതൊക്കെ പൊട്ടേന്നേ, ചെറുക്കൻ വരട്ടെ, നേരിട്ട് ഞാൻ സംസാരിച്ചോളാം. എന്ത് മരുമകനോ? അത്രയും ഡീപ്പായിട്ടൊന്നും നീ ആലോചിക്കണ്ട. ശ്രദ്ധിക്കേ, അവന്റെ കല്യാണ കാര്യം അവനെ ഏൽപ്പിച്ചിരിക്കുന്നതിന് കാരണം അവൻ അമ്മയില്ല, അവൻ അമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടില്ല. ഒരമ്മയുടെ സ്നേഹം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവളെ കല്യാണം കഴിച്ചത്. അവൻ സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്തു. അവന്റെ കല്യാണ കാര്യം അവന്റെ ഇഷ്ടത്തിന് വിട്ടു. ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല. അതല്ല, അവന് നിന്റെ മകളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല. പോയിട്ടരാം. ചേട്ടാ, അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഞാനുണ്ടെന്നേ. അതെങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചെറുക്കനിപ്പോ എവിടെയുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് എടാ, താങ്ക്സ് കേട്ടോ. താങ്ക്സ് ടാ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യുടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എന്നാ വിളിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവരുടെ വിശ്വസിനും. പിന്നെ വിളിക്കാം കേട്ടോ. പോടാ കരിമന്തി. പൂജ എവിടെയെന്ന് കാണാൻ പറ്റില്ലല്ലോടാ. അത് തന്നെ, ഞങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം കേട്ടോ. ശരി, പോയിട്ട് നടക്കട്ടെ. പൂജ, തനിച്ച് നിന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുവാ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. എല്ലാരും വിഷ് ചെയ്ത് കഴിഞ്ഞു. നീ വിഷ് ചെയ്യുന്നില്ലേ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് ഒന്നുമില്ല എനിക്ക്. ഗിഫ്റ്റോ? പൂജ എന്തിനാ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചോണ്ട് വന്നേ? അറിഞ്ഞവരാരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടോ ഇവിടെ? ആരുമില്ല, മിണ്ടാതെ ബാ, ഞാൻ പറയാം. അല്ല, ഹോസ്പിറ്റലിൽ വന്നതുകൊണ്ട് ഇത് വല്ല സീരിയസ് ആയ കാര്യമാണോ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ബ്ലഡ് ഡൊണേറ്റോ? എന്റെ ബർത്ത്ഡേക്ക് നീ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നോ? ഹലോ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഞാനല്ല, നീയാ. ഇത് മിണ്ടാതെ വാ. പൂജ, ഞാനൊന്ന് പ്ലാൻ ചെയ്താ നീ എന്തോ മാറ്റി പ്ലാൻ ചെയ്യുവാണല്ലോ. ഞാൻ പാർട്ടിക്കൊക്കെ പോവാന്നാ വിചാരിച്ചേ. പൂജ, ബർത്ത്ഡേ വന്ന എല്ലാരും പാർട്ടിക്ക് പോവാണ്, കേക്ക് കട്ട് ചെയ്യുവാണ്. പക്ഷെ നീ എന്നെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചോണ്ടെന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ പറയുക. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് വെച്ചാ കേക്ക് കട്ട് ചെയ്യുന്നത്, പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഒരു കോമൺ കാര്യങ്ങളാ. നിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണോ എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹം. ബർത്ത്ഡേയുടെ മീനിങ് എന്താന്ന് വെച്ചാ പുനർജന്മം എന്നാ. അത് നമ്മുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേയാ. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. കഷ്ടപ്പെടുന്നവർക്ക് ഒരു പുനർജന്മം കിട്ടുന്നത് മറ്റുള്ളവർക്കൊരു സഹായം തന്നെ. ഫോർ എക്സാമ്പിൾ, കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നത്, കണ്ണുകൾ ഡൊണേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് നീ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നീ ബ്ലഡ് മാത്രം ഡൊണേറ്റ് ചെയ്താൽ മതി. നിന്റെ ബ്ലഡ് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർക്കൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അതൊരു പുനർജന്മമല്ലേ. നീ നിന്റെ ബർത്ത്ഡേക്ക് ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അതൊരു പുണ്യകാര്യല്ലേ. അപ്പൊ സന്തോഷം കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും. എങ്ങനുണ്ട്? താങ്ക് യു പൂജ. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഐ എം റെഡി. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ് മാഡം. ഡോക്ടർ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമായിരുന്നു. എനി റീസൺ ഫോർ ഇറ്റ്?
ഇന്നവന്റെ ബർത്ത്ഡേയാ. നഴ്സ് സോനു, കുറെ നേരമായല്ലോ നീ ഇതുവരെ കുടിച്ചോണ്ടിരിക്കുക. എനിക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ വീട്ടിലോട്ട് പോവാ. സുമൻ, ഇവിടെ ചുറ്റിലും നീ ഒന്ന് നോക്കിക്കേ, എങ്ങും ആരുമില്ല. എത്ര മനോഹരമായ സ്ഥലം, നല്ല തണുത്ത കാറ്റ്. നിന്റെ അടുത്ത് ഹോട്ടായി ഞാൻ ഇരിക്കുകയാണ്. ഇതൊന്നും എൻജോയ് ചെയ്യാതെ വീട്ടിലേക്ക് പോകാന്ന് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു? കിട്ടിയ ചാൻസ് എൻജോയ് ചെയ്യാതെ വെറുതെ തപസിരിക്കുകയാണോ? തനിച്ചാക്കിട്ട് എങ്ങോട്ട് പോവയാ? മാറിപ്പോ. എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് വീട്ടിലോട്ട് പോ. നീ വരുവാണെങ്കിൽ വാ, ഞാൻ വീട്ടിലോട്ട് പോവാ. സുമൻ ഒന്ന് നിന്നേ. സോണുവിനെ നീ എന്തിനാടാ വിഷമിപ്പിക്കുന്നേ? അവൾ ഇഷ്ടത്തോടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാ അത് നിനക്കങ്ങ് വാങ്ങിച്ചുകൂടെ? ആരെങ്കിലും വേണ്ടെന്ന് പറയുവോ? ദേ നോക്ക്, അവൻ നിന്റെ മാമന്റെ മോളാ. നാളെ നിന്നെ കല്യാണം കഴിക്കാൻ പോന്നവൾ. ഹലോ മൈ സൺ, ഹാപ്പി ബർത്ത്ഡേ. സോറി, ഇന്നലെ ഒരുപാട് ബിസി ആയിരുന്നു ഓഫീസിൽ. ക്ലയൻസ്, മീറ്റിംഗ്, അതും ഇതും എല്ലാം കൊണ്ട് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വിഷ് ചെയ്യാഞ്ഞത് നിന്നെ. അതൊക്കെ പോട്ടെ, നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ത് വേണമെന്ന് പറ. നാളെ രാവിലെ നിന്റെ കൺമുന്നിൽ അത് എത്തിയിരിക്കും. താങ്ക് യു ഡാഡ്, ഇറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് ബർത്ത്ഡേ ആണെങ്കിൽ വിഷ് ചെയ്തല്ലോ, അത് മതി. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനിടയിൽ കയറി സംസാരിക്കുന്നേ. ഞാൻ എന്റെ മകന് ബർത്ത്ഡേ വിഷ് ചെയ്യുക, നിനക്കെന്താ? നോക്ക്, അവൻ ദേഷ്യപ്പെട്ട് പോന്ന കണ്ടില്ലേ? എന്താ സൈലന്റ്? എന്താ പറ്റിയത്? ഒരുപാട് പ്രാവശ്യം റിങ് ചെയ്തിട്ടല്ലേ നീ കോൾ അറ്റൻഡ് ചെയ്തേ? ഒന്നുമില്ല. നീ കള്ളം പറയുവാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോ കോൾ ചെയ്താലും 1-2 റിങ്ങിൽ നീ എടുക്കാറുണ്ട്. ഇപ്പൊ ഒരുപാട് പ്രാവശ്യം റിങ് അടിച്ചതിന് ശേഷം നീ കോൾ എടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് സംതിങ് റോങ്. നിന്റെ വോയിസ് കേട്ടിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്താ പറ്റിയെന്ന് പറ. ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പൂജ? എന്ത് പറ്റിയടാ? എന്റെ അടുത്ത് നീ പറയുന്നില്ലേ? എന്തിനാ നീ കരയുന്നേ? അമ്മയുടെ ഓർമ്മ വന്നു. ഓരോ ബർത്ത്ഡേക്കും എന്റെ ഒപ്പം തന്നെ കാണും. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അമ്മേ. എന്ത് ചെയ്യാനാ പൂജ? അച്ഛനെ നോക്കുമ്പോ ഇങ്ങനെ, രണ്ടാനമ്മയെ നോക്കിയ അതങ്ങനെ. എനിക്ക് ആരുടെ അടുത്തുനിന്ന സ്നേഹം കിട്ടുന്നു? ഞാനൊരു അനാഥനാ. എന്താന്ന് അറിഞ്ഞൂടാ. എന്തിനു വേണ്ടിയാ? അമ്മയുടെ അടുത്ത് തന്നെ പോയേക്കാൻ തോന്നുന്നുണ്ട് പലപ്പോഴും. ആദ്യം കരയുന്നത് നിർത്ത്. ഒരു കൊച്ചു പയ്യന്റെ കൂട്ടാണല്ലോ കരയുന്നത് നീ. അത് മാത്രമല്ല, ഇന്ന് നിന്റെ ബർത്ത്ഡേയാ. അമ്മയില്ലാത്ത ലോകത്ത് എന്തിനായിരിക്കുന്നെന്ന് വിചാരിച്ചോ? നീ നിന്റെ അമ്മയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? എന്റെ ജീവനെക്കാൾ എനിക്കിഷ്ടമാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അത്രയും ഇഷ്ടപ്പെടുന്ന മകനെ വിട്ടിട്ട് അമ്മ എങ്ങോട്ടും പോകത്തില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സുമൻ. നീ അനാഥനാണെന്ന് എന്തിനാ വിചാരിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? ഞങ്ങൾ എല്ലാരും ഉണ്ട് നിനക്ക് വേണ്ടി. ഇവിടെ നോക്ക്, ഇപ്പൊ ഞാൻ എന്താണോ പറയുന്നത് അത് നീ കേട്ടേ പറ്റത്തുള്ളൂ. ആദ്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിർത്ത്. ഭക്ഷണം കഴിച്ചോ ഇല്ലയോ? ഇല്ല പൂജ, കഴിക്കാനുള്ള മനസ്സില്ല. നീ എന്റെ ഫ്രണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം നീ കഴിക്കേ, എന്നിട്ട് കിടക്ക്. നല്ല സുഖമായിട്ട് ഉറങ്ങ്. നാളെ കോളേജിൽ വെച്ച് കാണാം, ഓക്കെ അല്ലേ? നിനക്ക് ആരും ഇല്ലെന്നുള്ള വിചാരം വേണ്ട. നിനക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട്. ഹലോ ഹലോ സുമൻ.
പറയ് പൂജ. പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി പൂജ. എനിക്ക് വേണ്ടി നീയെങ്കിലും ഉണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ കരഞ്ഞു തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ നിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ആനന്ദ കണ്ണീര് കിടന്നുറങ്ങും. തീർച്ചയായിട്ടും ഞാൻ കഴിച്ചോളാം പൂജ. That's like my boy. Good night. ഗുഡ് നൈറ്റ്. സോമ അളിയന്റെ മാമ ആരാടാ ഫസ്റ്റ് പീരീഡ്? അതെ, ഒരാൾ വരില്ലേ കുടവയറ് വെച്ചിട്ടൊക്കെ, അയാള് തന്നെ. അയ്യോ അവനോ? അയ്യോ തലച്ചോറെടുത്ത് കയ്യിലെടുത്ത് വെക്കും, എന്നിട്ട് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറയും. അവൻ എന്തെങ്കിലും ചേട്ടാ, നമുക്ക് പോവാം. ക്ലാസ്സിൽ പോകാൻ നോക്കടാ. ഞാനൊന്നും വരുന്നില്ല. തലയ്ക്കകത്തേ തബല വായിക്കുന്ന പോലെ ഒരു ഫീലാ. ഞാൻ വരുന്നില്ല. അവൻ തല തബലയാക്കിയാലും ശരി. പെമ്പിള്ളേര് വരുന്നു. നടന്നു വരുന്നത് കണ്ടോ അളിയാ? റോസസ് രുചിക്കും ശക്തിക്കും. രാവിലെ പോയില്ലടാ. അതല്ല അളിയാ, ഈ രണ്ടുപേരിൽ നീ ഒന്ന് തൊട്ടെ. റോങ് ഫിംഗർ തൊട്ട്. റൈറ്റ് ഫിംഗർ ആയിരുന്നെങ്കിൽ ആ പെണ്ണിനെ വളയ്ക്കാന്ന് വിചാരിച്ച. തെറ്റായ വിരല് തൊട്ടു, അപ്പൊ തെറ്റായിട്ടുള്ള പെണ്ണിനെ കിട്ടണം. അവളെ കുറിച്ച് എനിക്ക് നല്ലതായിട്ട് അറിയാം. വേണ്ട, വിട്ട് വിട്ട് വിട്ട്. ഞാൻ ഒരു വട്ടം തീരുമാനിച്ചു കഴിഞ്ഞാ നിന്റെ പക്ക നീ കേൾക്കുന്നില്ല. അത് തന്നെയല്ലേ? എന്റെ മാത്രമല്ല, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ചെറുതായിട്ടിരുന്നിട്ട് പൂലാൻ ദേവിയെ പാനിപ്പൂരി തിന്നാൻ വിളിക്കുന്നോടാ. അവളെല്ലാം നവതാരത്തെയും മുളക് പൊടി അങ്ങ് തേക്കും. അവള് മുളക് പൊടി ഇട്ടാലും ശരി, അവള് ഉപ്പിട്ടാലും ശരി, ഞാൻ എന്തായാലും അവിടെ നോക്ക്, ഒരു ചെറിയ ആട് പുലിമടയിലേക്ക് പോന്നു. ഹായ്, മൈ നെയിം ഈസ് പിങ്കി. മൈ നമ്പർ ഈസ് 92824228. അയ്യോ ഇത്ര പെട്ടെന്ന് നമ്പർ പറഞ്ഞോ? ഞാൻ നോട്ട് ചെയ്തില്ലല്ലോ. എന്താണ് മോളെ ഇത്ര ഫാസ്റ്റ് ആയിട്ടുണ്ടല്ലോ? നിന്നെ പോലെ എല്ലാരും ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഹലോ, നിങ്ങളെപ്പോലെ പയ്യന്മാരെങ്ങനെയാണെന്നാൽ പുറകെ വരും, നമ്പർ ചോദിക്കും, കളിക്കാൻ നോക്കും, കോഫി കുടിക്കാൻ വിളിക്കും, ബൈക്കിൽ ലോങ് ഡ്രൈവ് പോകാമോന്ന് ചോദിക്കും, ഡേറ്റിംഗ്, ചാറ്റിംഗ്, പാർക്ക്. എല്ലാ എന്റർടൈൻമെന്റും വേണമല്ലേ? അതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? എന്തിനാ വെറുതെ കറങ്ങി സമയം കളയുന്നത്? അതുകൊണ്ടാ ഞാൻ നമ്പർ തന്നത്. ഇതെന്താ കമ്മീഷണർ നമ്പർ എന്ന് കാണിക്കുന്നുണ്ടല്ലോ? എടാ മണ്ട, അതിന്റെ അച്ഛന്റെ നമ്പറാ. അയ്യോ, ഈ സിറ്റിയിലെ കമ്മീഷണറാ. ഇനി പറ, എന്റർടൈൻമെന്റോ എൻകൗണ്ടറോ? ഓ ബേബി, ഒന്നും വേണ്ട. അവരെ കാണുന്നില്ലല്ലോ. എന്ത് പറ്റിയടാ അളിയാ? എന്റെ സ്വപ്നങ്ങളെ ആസിഡ് ഒഴിച്ചളിയാ. അവള് നിന്റെ സ്വപ്നത്തിൽ ആസിഡ് ഒഴിച്ചോ? അവളെന്റെ ജീവിതത്തിലെ ആസിഡ് ഒഴിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് അളിയാ? അളിയാ, അങ്ങനെയുള്ളവളെയാ നീ ട്രൈ ചെയ്യാൻ പോന്നേ. നോക്ക്, അവളെ വിളയ്ക്കാൻ വേണ്ടി ഒരു കിടിൽ ഐഡിയ ഉണ്ട്. അവക്ക് കവിതയും എഴുത്തും വളരെ ഇഷ്ടമാണ്. നീ ഒരു കാര്യം ചെയ്, നല്ലൊരു കവിത എഴുതിയിട്ട് അവക്ക് നീ പാടിക്കൊട്. അങ്ങനെ ഐസ്ക്രീം പോലെ അവളെ ഉരുകി പോ. ഇതാണ് ഇനി നോക്കിക്കോ. ഞാൻ കവിത ചൊല്ലുന്നത് കേട്ട് അവള് മയങ്ങി, അവളെ എവിടെ ഇരുന്നാലും ഓടി വന്നതിനെ കെട്ടിപ്പിടിക്കും. നീയൊക്കെ നോക്കിക്കോ. അളിയ ഒരു കവിത ഉണ്ടെങ്കിൽ താ. എന്റെ അമ്മയുടെ സ്ഥാനം അത് പൂജയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ജീവിതകാലം മുഴുവനും പൂജയുടെ ഒപ്പം ജീവിക്കാൻ തോന്നുക. മോസ്റ്റ്ലി ഒരു അമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അത് അവളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സുമൻ, നിങ്ങളൊക്കെ എപ്പോഴാണ് വന്നേ? ഹലോ, ഞങ്ങള് വന്ന ഇരിക്കട്ടെ. അതെന്താ നിനക്ക് അങ്ങനെ ഒരു ചിന്ത ആഴത്തി പോകുന്നത്? അതെന്താന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് പൂജയോട് ഒരു ലവ് വന്നു. അവളുടെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യാൻ ആലോചിക്കുക. അത്രയല്ലേ ഉള്ളൂ, ഒന്ന് പറഞ്ഞേ കളിയാ. നിങ്ങൾ എപ്പോ ലവ് ചെയ്യാൻ ആരംഭിക്കുന്നോ അപ്പൊ തൊട്ട് നമ്മൾ 3 പേരും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അളിയ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനത്തെ വിഷയം ലേറ്റ് ആക്കാൻ പാടില്ല. കണ്ണടച്ച് നേരെ പോയി അവളുടെ മുന്നിൽ പോയി നിന്ന് കണ്ണടച്ചിട്ട് ആ ലവ് പോയി പ്രപ്പോസ് ചെയ്യ്. അതെന്തിനാളിയാ? പ്രപ്പോസ് ചെയ്യുമ്പോ കണ്ണു മൂടിയിട്ട് തന്നെ ചെയ്യണോ? സ്നേഹത്തിന് കണ്ണ് കാണത്തില്ലടാ. ആ, നീ കറക്റ്റ് ആയിട്ട് തന്നെയാ പറഞ്ഞ കരിവണ്ടേ. കരിവണ്ടല്ല ഭാസ്കർ, അത് തന്നെയാ പറഞ്ഞേ. അളിയാ, ദേ നോക്ക്, അവള് തന്നെ വരുന്നുണ്ട്. എന്റെ ഒപ്പം തന്നെ കാണാം. ഹായ് പൂജ. ഹായ് സുമൻ. ഇന്നലെ രാത്രി നീ കഴിച്ചായിരുന്നല്ലോ അല്ലേ? നീ വാണിയത് കൊണ്ട് ഞാൻ കഴിച്ചായിരുന്നു പൂജ. അത് പിന്നെ നിന്റെ അടുത്തൊരു കാര്യം പറയണം. പറ സുമൻ. പൂജ, അത് പിന്നെ ഏയ് നിക്ക് നിക്ക് നിക്ക്, എന്തേലും ഇമ്പോർട്ടന്റ് കാര്യമാണോ? ഇമ്പോർട്ടന്റാ.
അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് പറയണ്ട. അവൻ വലുതാണ്ട് ഇപ്പൊ തുമ്മിയേക്കുന്നു. അതുമല്ല, നീ ഒരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ പറയാൻ പോന്നെ. നാളെ പറഞ്ഞാ മതി. ഓക്കെ? എന്താ പൂജ ഇതൊക്കെ നീ വിശ്വസിക്കുവാ? ഇതെല്ലാം വിശ്വസിക്കണം സുമൻ. നാളെ എന്തായാലും പറയാലോ. ഓക്കെ, ബൈ ബൈ. ഇന്ന് സെക്കൻഡ് പീരീഡ് ആരുടെ ആടി? ചന്ദ്രു സാറിന്റെ. ഓ, പുള്ളിയാണോ? ഹലോ പൂജ, ദിസ് ഇസ് ഫോർ യു. ഐ ലവ് യു. സ്റ്റുപ്പിഡ്, ഗെറ്റ് ലോസ്റ്റ്. എടി എന്താടി, എന്തിനാ എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചേ? ഓ സ്റ്റുപ്പിഡ്, സൂപ്പർ ടാലന്റഡ് അപ്കമിങ് ഡെബ്യൂ ഹീറോ. നിന്നെ പോലത്തെ സുന്ദരിയായ പെൺകുട്ടികൾക്കാ ഞാൻ ഹീറോ, ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ വില്ലനാ. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി. ഐ ലവ് യു. എന്നാ പിടിച്ചോ. ലവ്വോ? നിന്റെ മുഖം നീ കണ്ണാടിയിൽ നേരെ നോക്കിയിട്ടുണ്ടോ? അല്ല, ഈ മുഖത്തിന് എന്താടി ഒരു കുറവ്? എനിക്ക് നിന്നെ ഇഷ്ടമായി. എനിക്ക് നിന്നെ മാത്രം മതി. ഐ ലവ് യു. ഇങ്ങോട്ട് വാ. എന്നെ വിട്. ഇഡിയറ്റ്. നീ വീണ്ടും എഴുതാൻ തുടങ്ങിയേക്ക്. വലിയ വലിയ പ്രശസ്തരായ കവികളെ പോലെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. 3 റോസസ്, നിറം, രുചി, ഊർജം. അങ്ങനെ കുടിക്കാം. വരുന്നടാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അരവട്ടാ. ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നല്ലേ? എടാ മണ്ട, ആദ്യം വായടക്ക്. ഇപ്പൊ നീ എന്തിനാ വന്നേ? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. പഞ്ചസാര തിരക്കി വരാൻ ഉറുമ്പിന് ഇൻവിറ്റേഷൻ കൊടുക്കണോ? എനിക്ക് നിന്നോട് 143. എന്ത് 143? എന്ന് വെച്ചാ അതാന്നേ 143. 143 143 ഐ ലവ് യു എന്ന അർത്ഥം. ഐ ലവ് യു. ഹലോ, ഞാൻ ആരാണെന്ന് നിനക്കറിയാലോ? അറിയാലോ, കമ്മീഷണറിന്റെ മോള്. കമ്മീഷണറിന്റെ മോളെ പ്രേമിക്കാൻ പറ്റില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. അതുമല്ല, കമ്മീഷണറിന്റെ മോൾക്ക് എന്തായാലും ഒരു പയ്യൻ വേണ്ടേ? ഓ, അപ്പുവിന്റെ മൂവിയിലെ ഡയലോഗാണോ? നീ വലിയ പുനിത് രാജ്കുമാറാണോ? അല്ലല്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു കവിത എഴുതിയിട്ടുണ്ട്. കവിതയോ? ഓ, ഇതെവിടെ പോയി? വാടി പോകാം. നിക്ക്. അവൻ ഏതോ കവിത എഴുതിയിട്ടുണ്ടത്രേ. നമുക്ക് കേട്ടു നോക്കാം. വായിക്ക്. നീയാണ് കാമുകി. എന്റെ ജില്ല അങ്ങ് എറണാകുളം ജില്ല. നീ എന്നെ വിട്ടിട്ട് പോയാ എന്റെ ഹൃദയം അങ്ങ് പറഞ്ഞു പോവും. തീ കൊണ്ട് പൊള്ളുന്നതിനൊക്കെ ആ വേദന നീ എന്നെ നോക്കാതെ പോയാ ഉണ്ടാവും. നമ്മള് രണ്ടുപേരും ചേർന്ന IPL 2020. നീ എന്നെ വിട്ടിട്ട് പോയാ ഞാൻ കുടിക്കാൻ പോണത് ടിഫ് 20. ഡാ, ഇതൊക്കെ ഒരു കവിതയാണോ? മരണ കവിത പോലെയുണ്ട്. നീയും നിന്റെ കവിതയും. ഇനി ലവ് അതീതെന്ന് എന്റെ പുറകെ നടന്നല്ലുണ്ടല്ലോ. റാക്കി കെട്ടിവിടും ഞാൻ. എടി നിങ്ങൾ വാ, നമുക്ക് പോവാം. ഇതിന്റെ മുഖത്തിന് എന്നെ വേണം പോലും. ഈ വെള്ളക്കുതിരയുടെ ജോക്കി ആവാന്ന് വിചാരിച്ചാ രാഖി കെട്ടി ആകളെയാക്കുവാണല്ലോ. ഹായ് ഭാസ്കർ. സുമൻ, എന്താ സംഭവം? പ്രേമോ വേണ്ട, ഒന്നും വേണ്ട. അളിയാ, ഇന്നലെ പൂജ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോയില്ലായിരുന്നോ? അത് സംഭവിക്കണ്ടായി. ഇന്നലെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. ദേവി, ഇതൊന്ന് വരാവടാ. പിന്നെന്താ വരാലോ. എല്ലാത്തിനും ധൃതി വെച്ചിട്ട് ആച്ചി എല്ലാ പ്ലാനും നശിപ്പിച്ച് നീ പോയേക്കുന്നവൻ. ഞാൻ എന്ത് കാണാനെന്ന് വിചാരിച്ച അത് തന്നെ കണ്ടു ഞാൻ. അളിയാ സുമൻ, നീ പോയി പ്രപ്പോസ് ചെയ്യ്. മുഖ്യമായിട്ടുള്ള കാര്യത്തിന് പോലെ ഞങ്ങൾ എന്തിനാ? പോയിട്ട് വാടാ. എടാ, ഇവിടെ പോകുന്ന ഔട്ട്. എനിക്കൊരു ഡൗട്ട്. വാ പോവാം. ഡൗട്ട് വരാ. ഗാലറി പോയി മാച്ച് കാണാം. പാപ്പാ അളിയാ, സുമം വരുന്ന സ്റ്റൈല് നോക്കിയേ, പെണ്ണുങ്ങളെല്ലാം വീഴും. അവിടെ നോക്കിയേ. നിനക്കെന്താ പറ്റിയേ? അളിയാ, വാഴപ്പഴം കഴിച്ചിട്ട് ഗുളി കഴിച്ചാ എന്താവും? എല്ലാം വെളിയിൽ പോവും. അത് തന്നെ നടന്നേ. നമ്മളെ പയ്യൻ അടുത്ത് പോയിരിക്കോ നോക്കിയേ. പൂജ വരുന്നു. നമ്മളെ പയ്യൻ പോവാ. പോയി അടുത്തത് പോയി. പൂജ വരുന്നു. നിർത്തറ. ഞാൻ അന്തരൊന്നുമില്ല. എനിക്ക് കണ്ണ് കാണാൻ പറ്റും. കൊതുകിനെ പോലെ കാതിനടുത്ത് വന്ന് മൂളിക്കൊട്ടു. അവിടെ നോക്ക്. 5 3 2 1. ഹായ് പൂജ. പൂജ, ഞാൻ എന്താ പറയാനായിട്ട് വന്നെന്ന് വെച്ചാൽ, സുമൻ, അത് പൂജ എങ്ങനെ പറയണമെന്ന് വെച്ചാല്,
അതെന്താന്ന് വെച്ചാൽ അത് ഏയ്, നിക്ക് കാല് മാറ്റ്. ആ? ആരാ ദൃഷ്ടി ഒഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇട്ടേക്കുവാ? ഈ ദൃഷ്ടി നമുക്ക് പ്രശ്നമാവുന്നാ തോന്നുന്നു. അവശകനോ? ആ, ഒരു മിനിറ്റ് നിക്ക്, ചരട് കെട്ടിത്തരാം. ആ. ദൃഷ്ടി കിട്ടിയില്ലേ? ആ, ഇനി പറ, എന്താ കാര്യം? അയ്യോ, ഇന്ന് സിറ്റുവേഷൻ ശരിയല്ല. ഞാൻ നാളെ പറയാം, ഓക്കെ? വാട്ട്? നീ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ വിശ്വസിക്കണമല്ലോ. നീ പഠിപ്പിച്ചു തന്നല്ലേ, അതുകൊണ്ട് ഫോളോ ചെയ്യണമല്ലോ. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. ഓക്കെ, ബൈ. ഓക്കേ, ബൈ. വൃത്തികെട്ടവൻ നാരങ്ങ എടുത്തെറിഞ്ഞു. ഇന്ന് ആ ക്യാൻറ്റീൻകാരനെ കോഴിയുടെ തല തിരിക്കുന്ന പോലെ തിരിച്ചു ഞാൻ നശിപ്പിക്കും. പൂജ ചെയ്തോ നീ? ചെയ്തല്ലോ. ഇഡ്ഡലി വേണോ, മസാല പൂരി വേണോ, പൂരി വേണോ, പൂരി മസാല വേണോ, എന്താ വേണമെന്ന് പറഞ്ഞോ. ചെരുപ്പ് ഒരു ജോഡി, ഒരു ചൂല്, ഒരു കല്ല്. കൈ കൊണ്ടടി, കാല് കൊണ്ടടി, കമ്പ് കൊണ്ടടി, ഒലക്കൊണ്ടടി, സ്നേഹത്തിലടി, കരുണയിലടി, ദയ കൊണ്ടടി, മൂക്ക് കൊണ്ടടി, കാത് കൊണ്ടടി, കൈ കൊണ്ടടി, എല്ലാം വെച്ചടിക്കാം. I don't care. I am all right. എന്താ പൂജ, 3-4 തവണ കാൾ ചെയ്തിട്ട് അമ്പലത്തിലോട്ട് വരാൻ പറഞ്ഞേ? അതൊന്നും ഇല്ല. ഇന്നലെ രാത്രി സുമൻ കോൾ ചെയ്തിട്ട് അമ്പലത്തിലോട്ട് വരാൻ പറഞ്ഞു. 2 ദിവസമായിട്ട് എന്തോ പറയാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കാം. അത് കാരണം കോളേജ് വേണ്ട, അമ്പലത്തിലോട്ട് വരാൻ പറഞ്ഞു. ഓ, അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞെങ്കിൽ താലി കെട്ടുന്ന പ്രോഗ്രാം എന്തെങ്കിലും കാണും. അങ്ങനൊന്നും ഇല്ല, എന്തോ പറയണോന്ന്. എന്താടി കോളേജിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അടിച്ച് അവമാനിച്ചല്ലേ? അതും എന്റെ പിറന്നാളുടെ അന്ന്. ഞാൻ ആഗ്രഹിച്ച ഒരു പെണ്ണും എന്റെ ബെഡ്റൂമിലേക്ക് വരാതിരുന്നിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് വരെ ഞാൻ കൈവിട്ടിട്ടുമില്ല. ഞാനും അങ്ങനെ തന്നെയാ. നീ എന്താടാ ഈ കോളേജിന്റെ ഹീറോ ആന്നാ നിന്റെ വിചാരം? എന്റെ പിറന്നാളുടെ അന്ന് അവൾ എന്നെ അടിച്ചേ. നന്നായിട്ട് ആലോചിച്ച് നീ തീരുമാനിച്ചാൽ മതി, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് നിന്നെ കാണാൻ നീ തന്നെ ഉണ്ടാവില്ല.
പൂജ നിനക്ക് ഓക്കെ ആണെങ്കിൽ പറ. ഈ ദേവസ്ഥാനത്ത് ഈ ദേവിയുടെ മുമ്പിൽ വെച്ച് ഞാൻ നിനക്ക് താലി കെട്ടാം. നീ എനിക്കൊരു അമ്മയായിരിക്കെ, എന്റെ മക്കൾക്ക് ഒരു അമ്മയായിരിക്കെ. പറയൂ പൂജ. ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. അമ്മയുടെ സ്നേഹം ഞാൻ നിനക്ക് തരാം. ഐ ലവ് യു സുമൻ, ഐ ലവ് യു. Stop the car. ഇല്ല മോളെ, മോൾക്ക് എന്താ പറ്റിയത്? എന്ത് പറ്റിയെന്നോ? ഇനി എന്ത് പറ്റാനാണ്? അവന്റെ അച്ഛന്റെ ആസ്തി, സ്വത്ത്, പണം, അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നോക്ക് എന്താണ് പറ്റിയെന്ന്. എന്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ തന്നെ നശിപ്പിക്കണം. എന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ തന്നെ മറന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ? അങ്ങനെയൊന്നും ഇല്ല മോളെ. സോണു, ഞാൻ പറയുന്നത് കേക്കുമോ? സോണു, സ്വിച്ച് ഓഫ്. നവീൻ, പൂജയെ കണ്ടായിരുന്നോ? കണ്ടില്ല അളിയ. അമൃത, നീയോ? സ്വാതി, പൂജ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല സുമൻ, നീ ക്ലാസ് റൂമിൽ നോക്കിയോ? ഇല്ലല്ലോ, ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് എന്നാ വരുന്നത്. ക്യാമ്പസിൽ? അവിടെ ഞാൻ തേടിയതാ, കണ്ടില്ല. അയ്യോ, നേരാണോ? ഒരു മിനിറ്റ് ഇരിക്കും, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, സ്വിച്ച് ഓഫ് ആണെന്നാ വരുന്നേ. ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക, കോള് പോകുന്നില്ലല്ലോ. ശരി, നീ ഒന്നുകൊണ്ട് ടെൻഷൻ ആകണ്ട, വീട്ടിലേക്ക് പോ, ഞാൻ നിനക്ക് ടെക്സ്റ്റ് ചെയ്യാം. ശരി. വർഷ, പൂജ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ, എന്ത് പറ്റി? കോൾ ചെയ്തതാ, പക്ഷെ ഫോൺ പോകുന്നില്ല. അങ്ങനെയാണോ? എന്നാ ഞാനൊന്ന് കാൾ ചെയ്തിട്ടെ. ഓക്കെ ഓക്കെ. സുമൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ കാണാം, നമുക്ക്. ബൈ. ഓക്കെ. നിതിൻ, പൂജ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? ഇല്ലല്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഇല്ലേ? ഇല്ലല്ലേ. ശരി. ഹലോ. പൂജ, പൂജ, അയ്യോ പൂജ, എന്ത് പറ്റി? പൂജ, പൂജ, എന്ത് പറ്റി? പൂജ, പൂജ, എനിക്ക് പൂജ, പൂജ, എന്താ പറ്റി? പൂജ,
അനാഥനാണെന്ന് നീ എന്തിനാ വിചാരിക്കുന്നേ? ഞാനില്ലേ നിനക്ക്? നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഒരമ്മയുടെ സ്നേഹം തരാം. ഇവനിത് എവിടെ പോയി? കട്ട് ചെയ്യുന്ന നിക്ക്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്റെ ഫോണും കട്ട് ചെയ്യാം. എന്റെ കോളും കട്ട് ചെയ്യാണല്ലോ. അയ്യോ, ഇനി സംസാരിക്കാൻ നീ തന്നെ ഇല്ലെങ്കിൽ ഈ ഫോൺ എനിക്ക് എന്തിനാ? അവനെ കിട്ടിയോ? ചേട്ടാ, എല്ലാ സ്ഥലത്തും തെരഞ്ഞു നോക്കി. അവന്റെ വീട്ടിലും പോയി നോക്കി. അവിടെ ഒന്നും അവനില്ല. പക്ഷെ അവന്റെ എല്ലാ വിവരങ്ങളും കിട്ടി. അവനെ പറ്റി ഒരു കാര്യം അറിഞ്ഞു. എന്താ? അവനെ ഓൾറെഡി ഒരു പെണ്ണെ പ്രേമിച്ച് അവിടെ ഫെയിലായി. അതിനുശേഷം ഇവിടെ വന്നത്. അവനെ ഇവള് പ്രേമിക്കുന്നു. അതുപോലെ വേറൊരു കാര്യം, അവൻ താമസിക്കുന്ന ഇവളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാ. എടി പതിവൃതേ, എന്റെ രണ്ടാം ഭാര്യയെ വരാൻ പറഞ്ഞപ്പോ നീ ഓഫീസിലുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിയല്ലേ? ഇപ്പൊ നിന്നെ കൊണ്ട് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വന്ന ന്യൂസ് എന്താന്ന് വെച്ചാ, അവൻ ആദ്യമേ ഒരു ലൈൻ ഉണ്ട്. അപ്പൊ നീ അവനെ സ്നേഹിച്ചാ നീ സെക്കൻഡ് ഹാൻഡ് ആവും. അതേപോലെ അവൻ നിന്നെ സ്നേഹിച്ചാലും നീ സെക്കൻഡ് ഹാൻഡ് ആവും. ആരെ സെക്കൻഡ് ഹാൻഡ്? അവനെ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊന്നു കളയും. അവൻ ആരാണെന്ന് നിനക്ക് അറിയാമോ? സ്നേഹം തരാനും സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും തന്നെ അവൻ അറിയില്ല. സ്നേഹത്തിന്റെ കാര്യത്തിൽ അവൻ എത്ര വലിയവനാണെന്ന് അറിയോ? നിനക്ക് എന്തറിയാം അവനെ പറ്റി? അവൻ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? സ്റ്റോപ്പ് വന്ന് ഇറങ്ങുന്നില്ലേ? സർ, സുമൻ എന്ന് പറയുന്ന ആള് നിങ്ങളാണോ? അതെ. രാമചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വീട് റെഡി ആയിരിക്കാ. വാ സർ, പോയേക്കാം. എടാ, ഇവിടെ നോക്ക്, ഞാൻ താക്കോല് തരാം. വീട് നല്ല ഭംഗിയായിട്ട് വച്ചേക്കണം കേട്ടോ. മനസ്സിലായോ? വാടക കൃത്യമായിട്ട് തന്നെ തരണം. വീട് എപ്പോഴും വെളിച്ചത്തോടെ തന്നെ ഇരിക്കണം. മനസ്സിലായോ? ഞങ്ങള് ബാച്ചിലേഴ്സിന് വീട് കൊടുക്കില്ല. രാമസ്വാമി പറഞ്ഞതോണ്ടാ കൊടുക്കുന്നെ. മനസ്സിലായോ? ശരി ചേച്ചി. ഇന്നാ കീ. വീട് വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണേ. ശരി ശരി. വീട് വാ പോവാ. ശരി ശരി. കാപ്പി കുടിച്ചോ മോളെ? അമ്മേ, ഇന്നെന്താ ഉണ്ടാക്കുന്നേ? അമ്മേ, നമ്മുടെ അയൽപക്കത്ത് വന്നിരിക്കുന്നത് ആരാ? അയ്യോ, അതാരാണെന്ന് അറിയില്ല മോളെ. ഇപ്പോഴല്ലേ വന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. പെട്ടെന്ന് പോയി ഓഫീസിലേക്ക് പോകാൻ റെഡിയാക. ഓഫീസിലേക്ക് പോകാൻ നേരമായി. ടിഫിൻ കഴിക്കാതെ പോകാതെ പെട്ടെന്ന് പോ. ശരി, ഇപ്പൊ റെഡിയാകും. പൊട്ടനായിരിക്കോ? എടി ദിവ്യേ. ആ പറയടി പൂജേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ വീടിന്റെ അയൽപക്കത്ത് ഒരു പൊട്ടം വന്നിരിക്കുന്ന കാര്യം? ടെറസിൽ നിന്നോണ്ട് നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുവാ. കണ്ടിട്ട് എങ്ങനെ ഹാൻസം ആയിട്ടുണ്ടോ? ഓക്കേ, ഹാൻസം ഒക്കെ തന്നെയാ. പക്ഷെ ഒരു ഡൗട്ട്. എന്താടി അത്? അത് പിന്നെ ഈ പൊട്ടൻ സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്ടി. അങ്ങനെയാണോ? അപ്പൊ അവൻ ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ലേ? അവിടെ വേറെ ആരുമില്ല, അവൻ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണോ? പാവം. ഏയ് വെയിറ്റ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അമ്മേ, ഞാൻ പോയിട്ട് വരാം.
മോളെ സൂക്ഷിച്ചു പോ. ഇവനെന്താ പറ്റിയേ? ഭയങ്കര അപ്സെറ്റ് ആണല്ലോ. കണ്ടിട്ട് ടെൻഷനിലാണെന്നാ തോന്നുന്നത്. എന്തായിരിക്കും കാരണം? എവിടെ പോയി കാണും? ഇന്നലെ മുതൽ അവനെ കാണുന്നില്ലല്ലോ. എനിക്കെന്തിന്റെ കേടാ? ഇന്നും വാതിലടഞ്ഞെടുക്കാണല്ലോ. അല്ലെങ്കിൽ ടെറസിൽ നിൽക്കാറുണ്ട്, അവിടെയും ഇല്ല. എവിടെ പോയി കാണും? ഇന്നും വന്നില്ലേ? ഡോർ ക്ലോസ് ആണ്. മുകളിലും ഇല്ല. അതെ, ഈ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? വീട് നന്നായി നോക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? രാത്രിയില് നിങ്ങളോട് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ ഓഫ് ചെയ്ത് വെച്ച്? ചേട്ടാ, ഞാൻ അതുകൊണ്ടാ പറഞ്ഞ് ബാച്ചിലേഴ്സിന് വീട് കൊടുക്കരുതെന്ന്. എന്തായി? നീ മിണ്ടണ്ട, ഞാൻ സംസാരിച്ചോളാം. നോക്കിയ മോനെ, നീ നല്ലവനാണെന്ന് എനിക്കറിയാം. അവിടെ 0 വോൾട്ട്സ് ബൾബുണ്ടല്ലോ, അത് രാത്രി ആവുമ്പോ ഓൺ ചെയ്ത് തന്നെ വെക്കണം. വീട് ഇരുട്ടിലിരിക്കാനേ പാടില്ല. മനസ്സിലായോ? മനസ്സിലായല്ലോ? സോറി ആന്റി, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാം. ഓഹോ, ശരി ശരി. ആ നടക്ക്. ആന്റി, ഒരു മിനിറ്റ്. എന്താ മോനെ? ഇന്ന് ഞാൻ വീട്ടിലോട്ട് വരാൻ കുറച്ച് വൈകും. അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോ ഒന്ന് ലൈറ്റ് ഓൺ ചെയ്തിടാവോ? ശരി മോനെ, ഞാൻ നോക്കാം. കീ കൊടുക്ക. താങ്ക്സ് ആന്റി. എടി പൂജ, നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്റെ യെല്ലോ കളർ ഡ്രസ് കാണുന്നില്ല അമ്മേ. ഞാൻ അത് അന്വേഷിക്കുവോ? അടുത്ത വീട്ടിൽ പോയി ലൈറ്റ് ഓൺ ചെയ്തിട്ട് വാ. ഒന്ന് പോമ്മേ. ഞാൻ പോയില്ല, അമ്മ വേണമെങ്കിൽ പോയി ചെയ്. ഇന്നേക്കൊരു മംഗള ദിവസമാണ്. പാവ ഓണർ ഇപ്പൊ അവനെ വഴക്ക് പറയും. അയ്യോ, പോയി ലൈറ്റ് ഓൺ ചെയ്തിട്ട് വാ. ശരി, ഞാൻ ചെയ്യാം. നിർത്ത്. പൂജ, ഇത് അത്രയ്ക്ക് വലിയ പേരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്ത ഒരു പേരാ. ദാ ഇപ്പൊ പോലും എൻ്റെ ഹൃദയം നിന്റെ പേരാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്നേഹം ആർക്കാണോ ഇഷ്ടപ്പെടാത്തത്? പക്ഷേ നീ മൊത്തമായി എൻ്റെ അടുത്തുനിന്ന് പോയിരിക്കുകയല്ലേ ഇപ്പോൾ. എൻ്റെ കണ്ണുകൾ എന്നും നിന്നെ തന്നെ തേടിക്കൊണ്ടിരിക്കും പൂജ. ഒരു തീ പോലെ ആളി കത്തിക്കൊണ്ടിരുന്ന എൻ്റെ ഹൃദയത്തിന് പ്രേമമായ ഒരു മഴയായി വന്നതാണ് നീ പൂജ. നീ എത്രയ്ക്കൊരു ട്രഡീഷണലായ പെണ്ണ. ട്രഡീഷണലായ പെൺകുട്ടികളെ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് പോവോ പൂജ? നീ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ജീവനാ. നിന്നെ ആകാശം മൂലമായിട്ട് കാണാനായിട്ട് ദിവസവും ഞാൻ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്. നിനക്കും എന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ പൂജ. നമുക്കിടയുള്ള ഈ ദൂരം ഒന്നുകൂടെ അങ്ങോട്ട് ദൂരമായിപ്പോയല്ലേ. നമ്മൾ ഒരിക്കലും ഒരുമിക്കാത്ത ഒരു ലവേഴ്സായല്ലേ. എൻ്റെ ജീവിതത്തിൽ പ്രേമം തുടങ്ങുന്നതിനിപ്പുറം അത് അവസാനിച്ചു. അതെ, അവസാനിച്ചു. നീ എൻ്റെ ജീവിതത്തിനൊരു വെളിച്ചമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വിധി അത് നിന്നെ വിട്ടുവെച്ചിട്ടില്ല. ദൈവം അദ്ദേഹത്തിനോടൊപ്പം നിന്നെ വിളിച്ചോണ്ടുപോയി. നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കാനാ പൂജ? ഈ ജീവിതം മുഴുവനും നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ച്. പക്ഷെ എന്നെ നീ തനിച്ചാക്കിയിട്ട് പോയി. ഓരോ അടി എടുത്ത് വെച്ച് നടക്കാൻ വളരെ കഷ്ടമാണ് പൂജ.
എങ്ങോട്ടാ പോയിരിക്കുന്നേ? അച്ഛൻ എപ്പോഴാ വരിക? നമസ്കാരം അമ്മേ. നമസ്കാരം. ആരാ നിങ്ങള്? ആ, ഞാൻ നിങ്ങളുടെ മോൾ പൂജയുടെ ക്ലാസ്മേറ്റ് ആണ്. എന്റെ പേരും പൂജ തന്നെയാ. അകത്തേക്ക് വരൂ. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിപ്പോ എന്താ പറയാ? ഒരേ ഒരു മകൾ കല്യാണം കഴിച്ച് ജീവിക്കേണ്ട പ്രായത്തില് ഞങ്ങള് വിട്ടുപോയില്ലേ. ഭർത്താവില്ലാതിരുന്ന എനിക്ക് ഇതുവരെ എല്ലാം അവളായിരുന്നു. അവള് മാത്രം. ഇപ്പൊ അവളും ഇല്ല. ഏതോ ജീവച്ഛവം പോലെ ഇരിക്കുന്നു. കഴിയുന്നിടത്തോളം ജീവിച്ചിട്ട് ഒരു ദിവസം എല്ലാവരെയും പോലെ ഞാനും. അമ്മേ പ്ലീസ് കരയില്ല അമ്മേ. അമ്മ കരയുന്ന കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. സോറി മോളെ. നീ എന്റെ മോൾ പൂജയുടെ ഫ്രണ്ടാ. ആദ്യമായിട്ടാ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അമ്മേ അതൊന്നും വേണ്ട, ഇവിടെ ഇരിക്കേ. അമ്മേ, പൂജയ്ക്ക് എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായേ? ആക്സിഡന്റോ? അവൾ ആക്സിഡന്റിലല്ല മരിച്ചത്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അവള് മരിച്ചത് ആക്സിഡന്റിലല്ല. ആരാ നിങ്ങളൊക്കെ? നിങ്ങൾ ആരാന്ന്? ആരാ നിങ്ങളൊക്കെ? എന്തിനാ ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നേ? ആരാ നിങ്ങള്? കോളേജിലേക്ക് പോയിരുന്നോ അതോ പാഠങ്ങൾ പഠിച്ചോ? അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഉണ്ടായിരിക്കണം, മനസ്സിലായോ? കോടീശ്വരന്റെ മകൻ കണ്ട സുന്ദരനാണ്. കല്യാണം കഴിച്ചിട്ട് 2 പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ലക്ഷറി ആയിട്ട് സെറ്റിൽ ആവുന്ന നീ വിചാരിച്ചോണ്ടിരുന്നാൽ അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാ. അവളെ വിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. നിന്നെ ഒന്നും ചെയ്യില്ല. നിന്റെ പുറകെ നടക്കുന്നില്ലേ എന്റെ മരുമോൻ സുമൻ? അവൻ ആദ്യം തീർക്കാം. എന്റെ മകൾക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല. എന്റെ മകളുടെ സന്തോഷം ജീവിതമാണ് എനിക്ക് വേണ്ടത്. സുമൻ എന്റെ മരുമോനാ. എന്റെ മകളെ താലി കെട്ടാൻ പോകുന്നവൻ. ഇനിയും നിന്റെ പുറകെ ചുറ്റിത്തിരുന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നിന്റെ അമ്മയെ അവസാനിപ്പിക്കും ഞാൻ. അതിനുശേഷം അവനെ കൊല്ലും ഞാൻ. എന്റെ മകൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും ഞാൻ. ഏയ്, നിന്റെ മകളെ നല്ലൊരു ചെറുക്കുന്നത് കെട്ടിച്ചൂട്. പറഞ്ഞു മനസ്സിലാക്ക്. വാടാ. കുറച്ചു നാളായിട്ട് ഞാൻ നല്ല സുന്ദരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത്. ഞാൻ, അമ്മ, സുമൻ, നമ്മുടെ കുടുംബം ഒരു നല്ലൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സുമന് അമ്മയില്ല. അവനെ നല്ല രീതിക്ക് നോക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സോറി സുമൻ, ഞാൻ എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കുക. ഞാൻ ജീവനോടിരിക്കുന്ന നാൾ വരെ എന്നെ കൊണ്ട് സുമനെ കാണാനോ സംസാരിക്കാനോ പറ്റത്തില്ല. സുമന്റെ അടുത്തുനിന്ന് ദൂരെ പോയി ദിവസവും ദിവസവും മരിക്കുന്നതിന് പകരം ഒറ്റയടിക്ക് മരിച്ചു പോവാന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുക. എന്നെ നല്ലൊരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ദൈവം അത് തട്ടിപ്പറിച്ചിരിക്കുക. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഈ ദൈവം എന്താ എന്നെ മാത്രം ശിക്ഷിക്കുന്നത്? കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ പോയി. ആ സ്നേഹം നിന്റെ അടുത്തൊന്ന് കിട്ടണമെന്നാ വിചാരിച്ചത്. പക്ഷെ ദൈവം അതും എൻ്റെ അടുത്തൊന്ന് പിടിച്ചെടുത്തു. സുമൻ, നിനക്ക് എന്നെ പോലൊരു ട്രഡീഷണൽ ഗേളിനെ കിട്ടും. ഞാൻ അപേക്ഷിക്കുക, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കരയാൻ പാടില്ല. ഞാൻ മുകളിൽ നിന്ന് എപ്പോഴും നിന്നെ കണ്ടോണ്ടിരിക്കും. അമ്മ, സുമൻ, നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. അമ്മ, സോറി അമ്മ. സൂയിസൈഡ് ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയാം. അതല്ലാതെ വേറൊരു വഴി എനിക്ക് അറിയില്ല.
സുമൻ, ഹാപ്പി ജേർണി. സുമൻ. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഇത്രയും നേരമായല്ലോ, എവിടെ പോയിരിക്കുക? നേരം ഇത്രയായി. ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്ന കൂടെ മതിയായിരുന്നു. എവിടെ പോയി അന്വേഷിക്കും? സുമൻ, ഒരു നിമിഷം ഇഞ്ഞു വാ മോനെ. പറയൂ ആന്റി. ഇങ്ങോട്ട് നോക്കു മോനെ. എന്റെ മോള് രാവിലെ പോയതാ, ഇത്രയും നേരമായിട്ടും കണ്ടില്ല. ഫോൺ ചെയ്തിട്ട് നോട്ട് റീച്ചബിൾ എന്ന് വരുന്നു. ദയവ് ചെയ്ത് അവൾ എവിടെയാണെന്നൊന്നും അന്വേഷിക്കൂ. മോസ്റ്റ്ലി ബാറ്ററി ഡെഡായി ചാർജ് പോയി കാണും ആന്റി. ഓ ആന്റി, നിങ്ങളൊന്നിനും വിഷമിക്കണ്ട. ശരി മോനെ, ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. എവിടെ പോയി കാണും ഇത്? സുമൻ, നിനക്കെന്തായാലും എന്നെ പോലെ ഒരു ട്രഡീഷണൽ ഗേളിനെ കിട്ടും. പൂജ, പൂജ. സുമൻ, എന്താ ഇത്? ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്? അമ്മ എത്ര പേടിച്ചു പോയിരിക്കുന്നറിയാവോ? ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ? ഇത്ര സമയമായിട്ട് ഇവിടെ തനിച്ചിരുന്ന് നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മ അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവല്ലേ? അതെ സുമൻ, അമ്മ കാത്തിരിക്കും. വാ പോവാം. ബില്ല് ഞാൻ കൊടുത്തോളാം. എന്തിനാ? നീ എന്റെ കടം തിരിച്ചു വീട്ടുകയാണോ? അല്ല, അന്ന് നീ തന്നില്ലേ, അതുകൊണ്ട് ഞാനിന്ന് തന്നെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നിന്റെ കയ്യിൽ മൊബൈൽ ഇല്ലല്ലോ, ഞാൻ നിനക്കൊരു മൊബൈൽ വാങ്ങി തരട്ടെ? വേണ്ട, ഞാൻ തന്നെ മേടിച്ചോളാം. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? ശരി, ചോദിച്ചോ. നീ ശരിക്കും ആരാ? നീ എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ അച്ഛനമ്മ ആരാ? നീ എന്തിനാ ഒറ്റയ്ക്ക് താമസിക്കുന്നേ? ദാ നോക്കിയേ പൂജ, ഐ എം സോറി. ഈ കാര്യമൊന്നും നീ എന്റെ അടുത്ത് നീ ചോദിക്കല്ലേ. ഞാൻ ഇതൊന്നും പറയാനുള്ള മൈൻഡ് സെറ്റിലല്ല, മനസ്സിലാക്കണം പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? നീ ഇല്ലെന്ന് പറയാൻ പാടില്ല. നിന്റെ മൊബൈൽ നമ്പർ തരാമോ? നോട്ട് ചെയ്യേ. 99620 99620 6633. 6633. താങ്ക് യു. ഓക്കെ പൂജ, നീ വീട്ടിലോട്ട് പോ. ഗുഡ് നൈറ്റ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വെറുതെ വിളിക്ക്. ദൈവമേ, ഒരു നല്ല ചെക്കനെ കിട്ടണേ. ബെല്ലടിക്കുന്നുണ്ടടി. അയ്യോ, ഇപ്പൊ റിങ് കേട്ടതേ ഉള്ളൂ, അതിനുള്ളിൽ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അന്ന് ഞാൻ ഡയൽ ചെയ്ത നമ്പർ ഇവന്റെ ആയിരുന്നു. എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല, നമ്മുടെ ഫോട്ടോ ഒന്ന് കണ്ടോണ്ടിരുന്ന കണ്ടപ്പോ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നി. ഞാൻ നിന്റെ അടുത്തുള്ളപ്പോ ഈ ഫോട്ടോസ് ഒക്കെ എന്തിനാ നോക്കുന്നത്? വാ, ഭക്ഷണം വിളമ്പിത്തരാം. ശരി. സുമൻ, നിനക്ക് എന്തായാലും എന്നെ പോലെ ഒരു ട്രഡീഷണൽ ഗേളിനെ കിട്ടും.
നിനക്ക് ഇതുവരെയായിട്ട് അവനെ പറ്റി ശരിക്കും അറിയില്ല. ഞാൻ ഇതുപോലുള്ള ഷോക്കിനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിനക്ക് അവനെ നേരത്തെ അറിയോ? നിങ്ങൾ കൂടെ കൂടെ പറയാറില്ലേ ഞാൻ ഈയിടെയായിട്ട് മാറിപ്പോയെന്ന്? അതിന് ഇവളാണ് കാരണം. സുമൻ, അന്ന് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് നിന്റെ മകളെ അന്വേഷിക്കാത്ത സ്ഥലമേ ഇല്ല. എൻ്റെ മകളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് എത്രയോ സ്വപ്നങ്ങൾ ഞാൻ കണ്ടു. എൻ്റെ മോൾ ചെയ്ത ഭാഗ്യം അത്രേ ഉള്ളൂ. എൻ്റെ മോള് ഒറ്റമരമായി മോനെ. അതൊക്കെ പോട്ടെ, ഈ പൂജ ആരാ? അതല്ല, ഇന്നലെ അവളുടെ കൂടെ ചുറ്റിക്കറങ്ങി, അവളുടെ കൂടെ നടന്നു. അപ്പൊ നീ പറഞ്ഞില്ലേ ആ പൂജ ആരാന്ന്? സുമൻ, ഞാൻ ആ പെണ്ണിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആലോചിച്ച് നോക്ക്, ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടുത്ത്. നോക്ക്, അവൻ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവന്റെ ലവ് ഫെയിലിയറായി. അവനെ നന്നാക്കാൻ വേണ്ടി നിന്റെ ലൈഫ് ത്യാഗം ചെയ്ത് എന്തു വലിയ ആളാ നീ. ഗ്രേറ്റ്, സൂപ്പർ. നിന്നെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്ത എന്നോട് ആ ദൈവം ക്ഷമിക്കില്ലെന്നാണല്ലോ തോന്നുന്നേ. ചെയ്യില്ല, വലിയ തെറ്റായി പോയി. ഡാ ഇങ്ങോട്ട് വന്നേ, അവിടെ കെട്ടയച്ചു വിട്. മാഡത്തിന്റെ കൈമുറി സൂക്ഷിച്ചഴിക്കണ്ടേ? നിങ്ങൾ പോയിക്കോളൂ മാഡം, പോയിക്കോ. ഐ എം റിയലി സോറി മാഡം. പോയിക്കോളൂ, പോയിക്കോ. ഹലോ, എക്സ്ക്യൂസ് മീ. നീ പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. നീ പറഞ്ഞ പയ്യൻ സെക്കൻഡ് ഹാൻഡ് അല്ല. അങ്ങനെയുള്ളപ്പോ നിന്റെ ചെറുക്കൻ എന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ച് അടിച്ചില്ലേ, അതിന്റെ ഈഗോ എനിക്ക് ഹേർട്ട് ആയിട്ടുണ്ട്. നീ ഓഫീസിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അടിച്ചില്ലേ, അതൊന്നും എനിക്കൊരു വലിയ കാര്യമേ അല്ല. അതുകൊണ്ടാ ഞാനൊരു ചെറിയ തെറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിന്നെ നശിപ്പിക്കാൻ പോവാ. അപ്പം നിനക്ക് അവനെ കിട്ടുമ്പോ നീയും സെക്കൻഡ് ഹാൻഡ് ആവില്ലേ? എന്താണ് നോക്കി നിൽക്കുന്ന, പോയി പിടിച്ചോണ്ടുകൂടാ.
ഇനി ഒരു വട്ട ഇവളുടെ കാര്യത്തിൽ നീ എങ്ങനെ ഇങ്ങോട്ട് വന്ന നിന്റെ തല ഞാൻ എടുക്കും. എന്തിനാ എന്റെ ഫോട്ടോ നിന്റെ മൊബൈൽ സ്ക്രീൻ സേവറിൽ നീ സേവ് ചെയ്യണം. ഇതിനുശേഷം ഇവളുടെ കാര്യത്തിൽ നീ തലയിടണമെങ്കിൽ എന്റെ ഫോട്ടോ ആദ്യം കാണുമ്പോ പേടി തോന്നൂടാ നിനക്ക്. ഞാൻ പോയിക്കാം. സുമൻ, എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി. ഐ എം സോറി. ദയവ് ചെയ്ത് എന്നോടൊന്ന് ക്ഷമിക്കേ പ്ലീസ്. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ബട്ട് സോറി എന്തിനാ? ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് എന്നെ ഇവരുടെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടുത്തിയില്ലേ, അതിനാണ്. എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇതേ ചെയ്യുള്ളായിരുന്നു. സുമൻ, എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട്. സത്യമോ? എന്താ അത്? സത്യം എന്ന് കരുതിയ ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അത് കള്ളമായേക്കാം. എന്റെ മനസ്സ് അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എന്റെ ഹൃദയം അതാണ് ശരിയെന്ന് പറയുക. ഈ ഒരു സന്ദർഭത്തിൽ ആര് പറയുന്നതാണ് കേൾക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തു പറ്റി പൂജ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്തു പറ്റി നിനക്ക്? ശരിയാ സുമൻ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും നാളെ നീ കണ്ടുകൊണ്ടിരുന്ന ഈ പൂജ ശരിക്കും ഞാനല്ല. ഇത്രയും നാളെ നിന്റെ കൂടെ ഉണ്ടായ ഈ പൂജ ഞാനല്ല. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു, നിനക്കത് ഓർമ്മയുണ്ടോ? നീ ആരാ? എവിടെ നിന്നാ വന്നേ? നിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? നീ സമയാകുമ്പോ എല്ലാം തുറന്നു പറയാന്നല്ലേ പറഞ്ഞേ? പക്ഷേ നിന്നെ പറ്റി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഞാൻ നിന്നോട് ഭാവിച്ചില്ലേ? അതെ സുമൻ, ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിൽ വന്നിരുന്നു. ലൈറ്റ് ഇടാൻ വേണ്ടി എന്റെ അമ്മ പറഞ്ഞയച്ചതാ. അന്നത്തെ ദിവസം ഞാൻ പൂജയെ കണ്ടു. നിന്റെ പേഴ്സണൽ ഡയറി ഞാൻ വായിച്ചു. നിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അമ്മയെ നഷ്ടപ്പെട്ടു, പൂജയെ നഷ്ടപ്പെട്ടു. നിന്റെ അച്ഛനെ വിട്ട് ഇത്രയും ദൂരം വന്ന് നീ എല്ലാ വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ? നിന്നെപ്പോലെ നല്ലവനായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കണ്ടപ്പോ ഞാനും ആ പൂജയെ പോലെ ആകാൻ ശ്രമിച്ചു. നഷ്ടപ്പെട്ടു പോയവരോർത്ത് നീ നിന്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ പൂജയെ പോലെ ആകാൻ ശ്രമിച്ചത്. നീയാണെങ്കിൽ അവളുടെ ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനാണെങ്കിൽ നിന്നെ മറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു സുമൻ. പൂജ, എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ എന്നെ മാറ്റാൻ ട്രൈ ചെയ്തില്ലേ? അതിന്റെ കാരണം എന്താണ്? അമ്മയില്ലാണ്ട് അച്ഛനെ വിട്ട് ദൂരമായിട്ടിരിക്കുന്നത് സത്യവാ. അതില് എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമേ ഉള്ളൂ. പൂജ മരിച്ചിട്ടില്ല, അവള് ജീവനോടെ ഇരിക്കുന്നേ. എന്നെ ഇട്ടൊരിക്കലും പോയില്ലെന്ന് അവള് സത്യം ചെയ്തു തന്നതാ. അമ്മയുടെ സ്നേഹം തരുമെന്ന് പറഞ്ഞു. അമ്മയുടെ സ്ഥാനത്ത് അവള് നിപ്പുണ്ട്. അവള് വാക്ക് പറഞ്ഞത് മാറത്തില്ല. ഭാര്യ അമ്മയുടെ സ്ഥാനത്താന്നൊക്കെ പറയത്തില്ലേ? അത് എത്രത്തോളം സത്യമാണെന്ന് വെച്ചാ അവളുടെ ആ സ്നേഹം കിട്ടുമ്പോഴേ എനിക്കത് മനസ്സിലായേ. എന്റെ പൂജ എന്റെ ഒരു ലവർ മാത്രമല്ലായിരുന്നു, എനിക്കൊരു അമ്മയും കൂടെ ആയിരുന്നു. അവള് എന്നെ ഇട്ടേച്ച് എങ്ങോട്ടും പോകത്തില്ല. സുമൻ, സുമൻ, ഇവിടെ എന്താ ചെയ്യുന്നത്? അതും എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട്? നിന്നെ ഇട്ടേച്ച് ഞാൻ എങ്ങോട്ടും പോകത്തില്ല.
എന്താന്നറിഞ്ഞൂടാ, വല്ലാണ്ട് ബോറടിക്കും. ബോറടിക്കുന്നോ? ഞാൻ നിന്റെ കൂടെ ഇല്ലേ? എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? ഒരുപാട് നേരമായി. കണ്ടപ്പോ കണ്ടോണ്ടിരിക്കാൻ തോന്നി. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ എന്തിനാ ഫോട്ടോസ് നോക്കുന്നേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടാറുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണേ, കേട്ടല്ലോ? നല്ല തണുപ്പുള്ള കാറ്റ്, നല്ല ശാന്തമായ സ്ഥലം. നിനക്ക് ഞാന്, എനിക്ക് നീയും. സ്വർഗമെന്ന് വെച്ച ഇതല്ലേ? നീ എൻ്റെ ഒപ്പം ഉള്ളപ്പോ ഓരോ ജന്മവും, ഓരോ ദിവസവും, എന്തിനും ഓരോ സെക്കൻഡും എനിക്ക് സ്വർഗവാ.